ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ബാപ്കോൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് വെൽക്കം. നിലവിൽ BOT ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് കാര്യങ്ങൾ ചെയ്തു. അത്യാവശ്യം നല്ല രീതിക്ക് റെസ്പോൺസാണ് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ BOT എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ രക്ഷിതാവാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നിർബന്ധമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കോഴ്സിനെ പറ്റിയിട്ടോ കോളേജിനെ പറ്റിയിട്ടോ എക്സാംസിനെ പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെ ടോപ്പ് കോളേജിലത്തെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഡോക്ടർ ഫാത്തിമ ദിൽഷ മാം ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് വന്നതിന്. മാം ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, എൻ്റെ പേര് ഫാത്തിമ ദിൽഷാന. എൻ്റെ വീട് വരുന്നത് മലപ്പുറത്താണ്. ഞാൻ ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ കറൻ്റ്ലി JKM കോളേജ് ഓഫ് OT കൊമരപാളയം അവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ BOT എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയുള്ള എല്ലാവിധ കാര്യവും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് BOT എന്ന് അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആളുകളുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ? ഓക്കെ OT എന്നുള്ളതൊരു കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള, നമ്മൾക്ക് മറ്റ് ജോലികളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അതൊരു വാസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക്, അത് കുട്ടിയാവട്ടെ മുതിർന്ന ഒരാളാവട്ടെ ആരാണെങ്കിൽ പോലും, അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയും. അതായത് രാവിലെ ഒരാൾ എഴുന്നേറ്റ് തൊട്ട് അവർക്ക് ബ്രഷ് ചെയ്യുക, ഡ്രസ്സ് ചെയ്യുക, ടോയ്ലറ്റ് പോവുക, അങ്ങനെ നമ്മൾ ബേസിക്കായി ചെയ്യുന്ന ഒരു ദൈനംദിനം നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇതിലേതൊരു കോമ്പോണൻറ്റിൽ അവർക്കൊരു പ്രോബ്ലം വന്നാലും അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഗോൾ. അതായത് ഒരു വ്യക്തിയുടെ ഫങ്ഷണൽ ആസ്പെക്റ്റ്, അത് എന്തുമാവട്ടെ, മെൻ്റൽ ഹെൽത്ത് ആവട്ടെ അല്ലെങ്കിൽ ന്യൂറോപരമായി ആവട്ടെ, സോ ഇത് ട്രീറ്റ് ചെയ്യുക, അവരെ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആക്കുക. ഇതാണ് OTയുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. മാം എങ്ങനെയായിരുന്നു ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്? മാമിൻ്റെ ഒരു ജേണി ഒന്ന് ഡിസ്കസ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, നമുക്കറിയാം കുറച്ച് റെയർ ആയിട്ടുള്ള കോഴ്സാണ് OT എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പം എൻ്റെ BOT കംപ്ലീറ്റ് ചെയ്തു, MOT ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു 8 years ബാക്കാണ് ഞാൻ OT എന്നുള്ളൊരു പ്രൊഫഷൻ അത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അറിയാമല്ലോ, ഇത്രത്തോളം OT എന്താണെന്ന് ആർക്കും അറിയില്ല, നോ ഐഡിയ. അപ്പോൾ നമ്മളൊരു OT എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ സിമിലറായിട്ട് ഫിസിയോതെറാപ്പി, ഈ രണ്ട് സംഭവം എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ആൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് ഫസ്റ്റായിട്ട് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളത് പറയുന്നത്. നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ ജോബിനൊക്കെ ഏത് കരിയറിലോട്ട് ചൂസ് ചെയ്യണം എന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ബ്രദറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു, നമുക്കിപ്പോൾ ഏതൊരു ജോബ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും കരിയർ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കതിനൊരു ഇൻട്രസ്റ്റ് വേണം, അതെന്താണെന്നുള്ളൊരു ബേസിക് ഒരു അറിവ് വേണമല്ലോ. അപ്പോൾ എൻ്റെ കസിൻ ബ്രദറുണ്ട്, ആൾക്ക് അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ADHD എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആൾക്കൊരു OT ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ മലപ്പുറം ജില്ലയിലാവട്ടെ കേരളത്തിൽ എവിടെയാവട്ടെ അവർക്കൊരു ഓട്ടിസ്റ്റിനെ കിട്ടാനേ ഇല്ല. സോ അന്നത്തെ സമയത്ത് അവർ മൈസൂർ ആയിഷ് എന്ന് പറഞ്ഞിട്ടൊരു, അറിയില്ലേ, അപ്പോൾ അവിടെ ആണ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ദൂരമാണ്, അവിടെ പോയി നിന്ന് താമസിച്ച് ഈ ഒരു OTയുടെ സെഷൻ കിട്ടാൻ മാത്രം വേണ്ടിയിട്ട് അവിടെ നിന്ന് താമസിച്ചാണ് അവർ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി അറിയാം, ഓക്കെ, നാട്ടിലെവിടെയും ഈ ഒരു ഇതിനുള്ള ഒരു ആളുകൾ അവൈലബിൾ അല്ല, ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ഇവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ കുടുംബത്തിൽ ഒരാൾ പോകുമ്പം സിമിലറായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നൈബർ ഏരിയാസിൽ നിന്നൊക്കെ ഒത്തിരി പേര് അവിടെ പോയി നിന്ന് താമസിക്കുന്നു, ലൈക്ക് ഫാമിലി ഇല്ലാണ്ട് താമസിക്കുന്നു, അവർക്ക് കിട്ടുന്നില്ല, അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ആ തെറാപ്പി എടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നമ്മുടെ ഏത് തെറാപ്പി ആണെങ്കിലും കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലെങ്കിൽ നമുക്ക് ആ തെറാപ്പി കൊണ്ട് ഒരു യൂസും ഇല്ല. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് OT എന്നുള്ളതിൻ്റെ നീഡ്, അതൊന്നത് ഇതിൻ്റെ സ്കോപ്പ് അന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒട്ടും അറ്റൻഷൻ ഇല്ലാത്തൊരു കുട്ടി, നമ്മൾ ഒരു നെക്സ്റ്റ് ടൈം ഒരു 1 month 2 month കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കാണുമ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ ഒന്നിരുന്ന് ലൈക്ക് ഒറ്റയ്ക്ക് കോംബ് ചെയ്യാൻ അവർക്കറിയാം,
എന്നുള്ളൊരു കാര്യം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അവരത്രയും ഗ്രേറ്റ്ഫുള്ളാണ്. ആ തെറാപ്പിസ്റ്റിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഓൾറെഡി ചെയ്യാൻ അറിയുന്ന കാര്യമാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഇത് ചെയ്യാൻ അറിയാത്തപ്പം അവർ ആ ഒരു ചെറിയ കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആ തെറാപ്പിസ്റ്റിനോട്. ഓക്കെ, ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ആ തെറാപ്പിസ്റ്റിനെ കാണുന്നത്. അപ്പോൾ ഓക്കെ ഭയങ്കര ഓക്കെ, നമ്മൾ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്താൽ നമുക്കും ആ ഒരു ഇതായിരിക്കും കിട്ടാൻ പോവുക. ഒരു സംഭവം ചെറിയ കാര്യമാവട്ടെ, ബ്രഷിംഗ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, ഇത് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് നമ്മളത് പഠിപ്പിക്കുമ്പം ഒക്കെ അവരുടെ തീർച്ചയായിട്ടും. പാരൻസിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, സ്കോപ്പ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഓക്കെ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഓക്കെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നാട്ടിൽ നോ കോളേജ്. കോളേജ് കേരളത്തിൽ ഒരു കോളേജ് പോലും ഇല്ല. ബിഒടിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബിഒടിക്ക് കോളേജേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ മലപ്പുറം ഒരു ഏരിയയിൽ നിന്ന് വരുന്നു, പുറത്തോട്ട് പോകാൻ നമുക്കുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് OT എന്നുള്ള പ്രൊഫഷൻ നമ്മൾ അപ്പോഴത്തേനും ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ വേണ്ട, നമ്മൾ സ്പീച്ച് തന്നെ നോക്കാമെന്ന് വിചാരിച്ച് നാട്ടിൽ സ്പീച്ച് നോക്കുമ്പോൾ സ്പീച്ചിനും ആകെ 5 കോളേജ് ആ ടൈമിലുള്ളൂ, PSLP. പക്ഷേ അപ്പോഴും നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അപ്പോഴത്തേക്കും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കോഴ്സിനോട് ഓൾറെഡി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വേണ്ട, സ്പീച്ച് വേണ്ട എന്ന് പറഞ്ഞ് പുറത്ത് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണ് ഉണ്ടായത്. അഡ്മിഷൻ എടുത്ത് വന്നിട്ടും നമ്മൾ അറിയാലോ, +2 വരെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പം നമുക്ക് വലിയൊരു പോയി കഴിഞ്ഞാൽ ഫുഡ്, പിന്നെ ലാംഗ്വേജ്, ഹോസ്റ്റല്, ഇതൊക്കെ നമ്മളൊരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് കാരണം നമ്മൾ അപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പോരുന്നുണ്ടോ എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരും വിളിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ സമയത്ത് ഈ ഫ്രണ്ട്സിൻ്റെ ആർക്കും ഈ കോഴ്സ് അറിയില്ലല്ലോ. നമുക്കിങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അവരുടെ പാരൻസൊക്കെ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനത്തെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നെ അല്ലെങ്കിലും ഡിപ്രഷൻ, ഇങ്ങനത്തെ സൈക്യാട്രി സെക്ടറിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഇവർക്ക് അറിയുന്നത്. അപ്പം അവർക്ക് തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിപ്പോവും, അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിട്ട് ഫുൾ നെഗറ്റിവിറ്റി, അതും ഇത് ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള നെഗറ്റിവിറ്റിയാണ്. അതിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അത് വേണ്ട, എന്താ പറയുക, അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവമായിട്ട് ഈ നമ്മുടെ പാരൻസിനെ തന്നെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കിതിനെക്കുറിച്ച് അവെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ തരം മണ്ടത്തരങ്ങളൊന്നും എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഇതന്നെ ചൂസ് ചെയ്തു. അങ്ങനെ കോളേജിലെത്തി കഴിഞ്ഞിട്ടും കുറേ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഹോം സിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏറ്റവും ഞാനിപ്പോൾ എൻ്റെ മൊത്തമായിട്ടുള്ള ലൈഫിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസിഷനിലൊന്ന് ഞാൻ OT എന്നുള്ളൊരു സ്ട്രീം ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. നിലവിലിപ്പോൾ ഈ ഒരു കോഴ്സ് നോക്കുന്ന ടൈമിൽ ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, അപ്പോൾ സ്റ്റുഡൻസും പാരൻസും ചോദിക്കുകയാണെങ്കിൽ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടും സെയിം ഒരു കാറ്റഗറിയിൽ വരുന്ന കോഴ്സ് ആണോ എന്നുള്ളത്, അതിനെ പറ്റിയുള്ള ഒരു ആൻസർ എന്താണ്? ഇപ്പം ഫസ്റ്റ് ഇയർ പഠിക്കുന്ന എന്നോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുണ്ടെങ്കിൽ, നമ്മളടുത്ത് ആരെങ്കിലും OT എന്താന്ന് ചോദിച്ചാൽ നമ്മളും പറയും ഫിസിയോതെറാപ്പി പോലെ എന്ന്. അതായത് കറക്റ്റ് ആൻസർ നമുക്കും ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്തു, നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് പോയൊക്കെ ഇപ്പോൾ ഒരു കൃത്യമായ ഐഡിയ ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ നമ്മളൊരു ഹോളായിട്ടാണ് അവരെ കാണുന്നത്. അവരുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളിൽ, ഇപ്പം നമ്മൾ ഉണരുന്നത് തൊട്ട് ഉറങ്ങുന്നത് വരെ, ഈവൻ സ്ലീപ്പ് സൈക്കിളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് സ്കെഡ്യൂളിംഗ് വഴി അത് ശരിയാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഒരാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതെന്ത് തന്നെ ആയാലും, ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്ന് പറയാം, ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറയാം. അതായത് ബേസിക് എന്ന് പറയുമ്പം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന, രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളൊരു സ്ഥലത്ത്, ഇപ്പം നമുക്കിപ്പോൾ എക്സാമ്പിൾ ജോലിക്ക് പോകേണ്ട ഒരാളാണ്, നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്നു, ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഒരാൾ വിളിക്കുന്നു, ടെലികോളിംഗ്, നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു, മീൽ പ്രിപ്പറേഷൻ, നമ്മളെ കുട്ടീനെ നോക്കുന്നു, ചൈൽഡ് റിയറിങ്, പിന്നെ നമ്മൾ ഒരാളടുത്ത് നിന്ന് ഇപ്പോൾ ബസ്സിലാണ് അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മളൊരു ചേഞ്ച് വാങ്ങുന്നു, മണി മാനേജ്മെൻറ്റ്. സോ ഇതും നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും ഈ ഒരു
ഹോളായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ല. ഇതിൽ ഒരു വ്യക്തിക്ക് ഇതിൽ ഏതൊരു പ്രോബ്ലം ആണോ അവളുടെ കൺസേൺ ആയിട്ട് നമ്മളടുത്ത് വരുന്നത്, ഈ സംഭവം നമ്മൾ ഇതാക്കും. പിന്നെ OT എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള സെക്ടറിലാണ്. ഫസ്റ്റ് OTയുടെ ഒരു റോൾ എന്താണെന്നുള്ളത് ഫസ്റ്റായിട്ട് നമ്മൾ ഇതാക്കുന്നത്. പിന്നീടാണ് പീഡിയാട്രിക്സ്, ന്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ടുള്ളത്. അപ്പം മെൻ്റൽ ഹെൽത്തിലും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അപ്പോൾ ഇത് തന്നെ മതി ഒരു ബേസിക് ഇത് വരും. പിന്നെ റോള് ഭയങ്കര ഡിഫറൻസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവാതെ വരുന്നത് നമ്മുടെ ന്യൂറോ റീഹാബിലാണ്. അത് ഫിസിയോതെറാപ്പിസ്റ്റും ഇത് തന്നെ ചെയ്യുന്നു. OT അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾക്ക് ബെഡ് മൊബിലിറ്റി, നമുക്ക് ബെഡ് എഴുന്നേൽക്കണം, അവിടുന്ന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പം വേറെ ഇപ്പോൾ വീൽ ചെയറിലോട്ട് ഇരിക്കണോ അല്ലെങ്കിൽ വേറെ നടന്നു പോകണോ, അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്ഫർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും OT ആണ് വരുന്നത്. പക്ഷേ ഗേറ്റ്, അവരുടെ നടത്തം അതൊക്കെ ചെയ്യുന്നത് ഫിസിയോ ആണ് ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേപോലെ ചിലപ്പം ഗോൾസൊക്കെ സിമിലർ ആയിരിക്കും, പക്ഷെ നമ്മളത് അച്ചീവ് ചെയ്യുന്ന രണ്ടുപേരും കൊടുക്കുന്ന തെറാപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡിഫറൻസ് ആണ്. ഓക്കെ. നിലവിൽ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ എങ്ങനെയാണ് ടോട്ടൽ വരുന്നത്? നമ്മുടെ കോഴ്സ് 4.5 ഇയർ കോഴ്സാണ്. അതിൽ 4 ഇയർ വന്നിട്ട് ഫുള്ള് പഠിക്കാനുള്ളത് പ്ലസ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് വരും. പിന്നെ 6 മന്ത്സ് ഇൻറ്റേൺഷിപ്പാണ്. പൂർണ്ണമായ 6 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ്. നമ്മൾ BOT പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മന്ത്സ് ഇൻറ്റേൺഷിപ്പ്, അതാണ് ഡ്യൂറേഷൻ. പിന്നെ ഈ സിലബസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും വർഷം എന്തൊക്കെ സിലബസിൽ കാര്യങ്ങളുണ്ടാവും ടോട്ടൽ? ഓക്കെ, ഇപ്പം അറിയാലോ OT എന്നുള്ള പ്രൊഫഷന് മുന്നിൽ ഡോക്ടർ എന്നുള്ളൊരു സബ് ടൈറ്റിൽ നമുക്ക് വെക്കാന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പം തന്നെ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ MBBS പിള്ളേർ പഠിക്കുന്ന സിമിലർ ആയിട്ടുള്ള സിലബസ് എല്ലാം നമുക്കും തന്നെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ അനാറ്റമി, ഫിസിയോളജി, സോഷ്യോളജി ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഇയർ നമുക്ക് ക്ലിനിക്കൽ ന്യൂറോ, ക്ലിനിക്കൽ ഓർത്തോ, അതായത് ഈ ക്ലിനിക്കൽ പരമായി ഇവർക്ക് എന്തൊക്കെ കണ്ടീഷൻസ് വരും, ഓർത്തോ പരമായി എന്തൊക്കെ വരും, പീഡിയാട്രിക്സിൽ എന്തൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ, ജനറൽ മെഡിസിൻ എന്താണ്, ജനറൽ സർജറി, ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയർ കവർ ചെയ്ത് പോകും. തേർഡ് ഇയർ വരുമ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള OT പാർട്ടിൽ ഇത്തരം കണ്ടീഷൻസുകൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഫോർത്ത് ഇയർ വന്നു കഴിയുമ്പം ഇതിൻ്റെ മൊത്തമായ ഒരു റീഹാബിലിറ്റേഷൻ, അതേപോലെ ഇപ്പോൾ നമ്മൾ ക്ലിനിക്സ് വല്ലതും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡോക്യുമെൻറ്റേഷൻ എന്താണ്, ബഡ്ജറ്റ് പ്ലാനിങ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം വാസ്റ്റാണ്, വളരെ വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ്. ഇപ്പം അറിയാം നീറ്റിൻ്റെ അണ്ടറിലും കൂടി വന്നു കഴിഞ്ഞു. അപ്പം കുറച്ചും കൂടിയും സബ്ജക്റ്റുകൾ ആഡ് ആയിട്ടുണ്ട്. ഇറ്റ്സ് വെരി വാസ്റ്റ്. നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡോക്ടേഴ്സ് എത്രത്തോളം സീരിയസ് ആയിട്ടാണോ പഠിക്കുന്നത്, സിമിലർ കണ്ടൻസ് വി ഹാവ്. മാഡം ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കോഴ്സ് നോക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്ത പ്രശ്നം എന്തായിരുന്നു? ഓക്കെ, നമ്മളിത് ചൂസ് ചെയ്ത സമയത്ത് നമുക്കറിയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ കസിൻ ബ്രദർ ഇങ്ങനെ പോയതുകൊണ്ട് ഓക്കെ ഈ ADHD, ഓട്ടിസം, സെറിബ്രൽ പാൾസി ഇങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സംഭവമാണ് OT. ഇതാണ് എൻ്റെ അറിവ്. അതേപോലെ എല്ലാവരും പല പല ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിയുമ്പോഴും നമുക്കൊരു ബേസിക് ഐഡിയ ഇല്ല OT എന്താണെന്നുള്ളത്. ഒരു കൃത്യമായ അവയർനെസ് കിട്ടാൻ കുറച്ച് സമയമെടുത്തു. ദാറ്റ് വാസ് റിയലി ചലഞ്ചിങ്. അതേപോലെ നമ്മൾ ഫസ്റ്റ് ഇയർ പോയി കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, OT ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ആർട്ടോ സയൻസോ നമ്മൾ ഇതിലൊക്കെ എന്താണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. അത് കുറച്ച് സമയമെടുത്തു. അതായത് നമ്മുടെ പ്രൊഫഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് പീഡിയാട്രിക്സ് എന്നാണെങ്കിൽ ഇതാണ്, ന്യൂറോ എന്നാണെങ്കിൽ ഇങ്ങനെയാണ്, നമുക്ക് സൈക്കാട്രിയിൽ ഇത്രയും നല്ലൊരു റോളുണ്ട്, ഇതല്ലാണ്ട് ഹാൻഡ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും, സ്പ്ലിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുത്തു. ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ആരെങ്കിലും വന്നിട്ട് OT എന്താന്ന് പറയുമ്പം ഫിസിയോതെറാപ്പി പോലെ തന്നെ ഏകദേശം അത് തന്നെ എന്ന് പറയുന്നിടത്ത് ഓക്കെ അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. ബട്ട് നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ പോയി കഴിയുമ്പോൾ എവറിത്തിങ് വിൽ ഗെറ്റ് സോർട്ടഡ്. BOT പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ ഇത് കമ്പൾസറി ആണോ? യെസ്, ഡെഫിനറ്റ്ലി. ബിക്കോസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ തൊട്ട് വി ആർ ഗോയിങ് ടു ക്ലിനിക്കൽ പോസ്റ്റിങ്സ്. പക്ഷേ ആ പോകുന്ന സമയത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പേഷ്യൻസിനെ കാണുന്നു, ഒബ്സർവ് ചെയ്യുന്നു, ഒബ്വിയസ്ലി വി ആർ ഗിവിങ് ട്രീറ്റ്മെൻറ്റ്. ബട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പ് പോകുന്ന സമയത്താണ് ഒരു കണ്ടിന്യൂസ് 6 മന്ത്സ്, ഇത് നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ട്, പല എലക്റ്റീവിലും പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മളൊരു കണ്ടിന്യൂസ് 6 മന്ത്സ് തെറാപ്പി കൊടുക്കുന്നത്. ഒരു പേഷ്യൻറ്റിന് എത്രത്തോളം ചേഞ്ച് വരും, ഏതൊക്കെ കണ്ടീഷൻസ് മാക്സിമം കാണാൻ കഴിയും, ഇതൊക്കെ നമ്മൾ കാണുന്നത് ഈ ഇൻറ്റേൺഷിപ്പ് ടൈമിലാണ്. പിന്നെ നമ്മൾക്ക് എല്ലാ എലക്റ്റീവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 മന്ത്സ് കിട്ടിക്കഴിയാം. അപ്പം നമുക്ക്
കുറച്ചും കൂടിയും ഒരു ബോധമുണ്ടാവും. അതായത് എനിക്ക് ഏതാണ് കുറച്ചും കൂടിയും ചെയ്യാൻ കഴിയുന്നത്, ഈ ഒരു എലക്റ്റീവാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്, അല്ലെങ്കിൽ ഈ ഒരു എലക്റ്റീവിലാണ് ഇത്രയും കണ്ടീഷൻസ് ഉള്ളത്. അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാത്തിലും വർക്ക് ചെയ്യാം. അതെ അതെ അപ്പം നമ്മളുടെ ഒരു ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്റേൺഷിപ്പാണ്. ഓക്കെ ഓക്കെ. പിന്നെ പ്ലസ് ടുവിന് ശേഷമാണ് സ്റ്റുഡൻസ് കൂടുതൽ നോക്കുന്നതല്ലേ? അപ്പോൾ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ നല്ലത്? ഒന്നാമത്തെ കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് വേണം ഉം, എന്നുള്ളതാണ്. ഉം. ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളടുത്ത് വരുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇവർക്ക് നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല ഇവർക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇറ്റ് ടേക്സ് ടൈം. അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ദേ ആർ നോട്ട് ഏബിൾ. അപ്പോൾ അതിനെ അവരെ ഏബിൾ ആക്കണമെങ്കിൽ കുറച്ച് നമുക്ക് അവരെക്കാളും കൂടുതൽ ക്ഷമ നമുക്ക് വേണം. നമ്മളത് പഠിപ്പിച്ചെടുക്കണം. പിന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട്, നമ്മൾ നോർമലുള്ള പോലെയല്ല, ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കണം. ഇപ്പം ഇന്നൊരു പേഷ്യൻറ്റിന് നമ്മൾ ഫുൾ പക്ക അങ്ങനെ പറഞ്ഞ് വിട്ടാലും നെക്സ്റ്റ് ഡേ വരുമ്പം ലൈക്ക് മേ ബി അവരെ റിലേറ്റീവ്സിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഓർത്തിട്ടോ ഒക്കെ അവർ ചിലപ്പം വേറൊരു അവസ്ഥയിലായിരിക്കും നെക്സ്റ്റ് ഡേ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിവേറ്റഡ്, അവരെപ്പോഴും മോട്ടിവേറ്റഡ് ആക്കിയൊക്കെ നിങ്ങൾക്ക് പറ്റും. ലൈക്ക് നിങ്ങൾ ആരുടെയും ഒട്ടും പുറകിലല്ല എന്ന് നമ്മൾ അവരെ എപ്പോഴും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കണം. അപ്പം മോട്ടിവേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം ഈ ജോബിനോടൊരു ട്രസ്റ്റ് വേണം, നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം, നമുക്കൊരു പാഷൻ വേണം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠനത്തിൽ ഓൾറെഡി നമുക്കറിയാം ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഇതൊക്കെ പാസ്സാവണം. പാസ്സായി. പിന്നെ ഇപ്പം നീറ്റ് ക്വാളിഫൈഡ് ആവണം. നമുക്കൊരു മാർക്ക് ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള നീറ്റിന് ഇപ്പോൾ ഇത്ര മാർക്ക് മേടിക്കണം അങ്ങനെ എന്തെങ്കിലും ഇല്ല. ഉണ്ടോ? അത് നമ്മൾ നീറ്റ് പാസ്സാവണം എന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റ്ലി ജസ്റ്റ് വന്നിട്ടുള്ളത്. പോയിട്ട് അറ്റൻഡ് ചെയ്താൽ ആ മാത്രം. ഓക്കെ. അത് നമ്മൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. അപ്പം പിന്നെ നമുക്ക് ഇത് വേണം എന്നുള്ളതല്ല, നമുക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാവണം. ഇത് കാരണം നമ്മൾ പ്ലസ് ടു വരെ പഠിച്ച പോലെയല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇംഗ്ലീഷിലാണ്. തീർച്ചയായും ഇപ്പം നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വെച്ച് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് നമുക്ക് കുറച്ചൊക്കെ വായിക്കാനും ഒക്കെ അറിയുന്ന ഒരാളായിരിക്കണം. അതായത് മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ട് സാലറി ഒക്കെ ഭയങ്കര സാലറി കിട്ടുമല്ലോ അത് ഞാൻ അങ്ങനെ. പറയാൻ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ അതായത് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം സാലറി എത്ര കിട്ടും? ഓക്കെ പഠിക്കാൻ എളുപ്പമാണോ? ഓക്കെ 100% ജോബ് ഉറപ്പാണോ? അതാണ് ചോദിക്കുന്നത്. 100% ജോബ് ഉറപ്പാണ്, 100% സാലറി ഉണ്ട്. ഉം, പക്ഷേ പഠിക്കാൻ എളുപ്പമല്ല. ഉം. പഠിച്ചെടുക്കാൻ കഴിയും. ലൈക്ക് അങ്ങനെ മലമറിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ അത്യാവശ്യം പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സബ്ജക്റ്റ് ഉണ്ട്, ഇത് കവർ ചെയ്ത് വരണം. പിന്നെ ഒരിക്കലും മറ്റ് നമ്മൾ സ്കൂളിൽ പോകുന്ന പോലെ ഇങ്ങനെ ഓക്കെ ഇന്ന് ഇത്രയും നോട്ട്സ് അങ്ങനെയൊന്നും അല്ല. നമുക്കറിയാലോ എല്ലാ കോളേജിൻ്റെയും സിസ്റ്റം ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഏത് കോളേജ് എടുത്താലും നമുക്ക് സ്പൂൺ ഫീഡിങ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ അവരെടുക്കുന്ന ക്ലാസ്സിന് പുറമെ നമ്മൾ വീട്ടിൽ പോയിട്ട് പഠിക്കണം, നമ്മൾ ലൈബ്രറിയിൽ റെഫർ ചെയ്ത് പഠിക്കണം. അപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ഈ കോഴ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്നാൽ മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക. ഒരിക്കലും ഇതിൽ ജോബ് കിട്ടില്ല അല്ലെങ്കിൽ സാലറി കിട്ടില്ല എന്നുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഒരിക്കലും വരില്ല. ബട്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം സ്റ്റുഡൻറ് ശ്രദ്ധിക്കും. ഒരുപാട് പേര് ഇങ്ങനെ സാലറി പക്ഷേ സാലറി കൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടെ വേണം. അതെ അതെ. ഓക്കെ ജസ്റ്റ് പൈസ മാത്രം കിട്ടുകൊണ്ട് കാര്യമില്ല. കാര്യമില്ല. ഇപ്പോൾ ഇത് നീറ്റിൻ്റെ അണ്ടറിലാക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നീറ്റിൽ അണ്ടറിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ഡിമാൻഡ് ഇനിയും കൂടുമോ മാമിന് തോന്നുന്നത്? ഡെഫിനറ്റ്ലി. ഒന്നാമത്തത് നമ്മൾ നീറ്റിൻ്റെ അണ്ടറിലാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ കുറച്ചും കൂടി വേറൊരു ലെവലിലുള്ള ഒരു പ്രൊഫഷനാണ് എന്നുള്ളൊരു ഫീലിംഗ് കുട്ടികളിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, ഏതിലും വർക്ക് ചെയ്യാം എന്നുള്ള അതൊരു നമ്മുടെ ഒരു കംഫർട്ട് ചോയ്സാണ്. നമുക്ക് ന്യൂറോ വേണോ പീഡിയാട്രിക്സ് വേണോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതും ആൾക്കാർ അതും ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള കോഴ്സ് കേട്ട് വരുന്നതിനേക്കാളും കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർട്ട് ആൻഡ് സയൻസ്, നമ്മൾ നോർമലി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഇപ്പം ഒരാൾക്ക് എന്താണ് ഇൻട്രസ്റ്റ്, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഏജിലുള്ള ഒരു ബോയ് വരികയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പം എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് നമ്മളടുത്ത് വരികയാണെങ്കിൽ കുട്ടിക്ക് കുറച്ച് റേഞ്ച് ഓഫ് മോഷൻ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പം ഇൻട്രസ്റ്റ് ഫുട്ബോൾ ആവാം അല്ലെങ്കിൽ വോളിബോൾ ആവും. അപ്പോൾ ബോൾ വെച്ച് ആ കുട്ടിക്കുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആ സംഭവം വെച്ച് മാക്സിമം തെറാപ്പി കൊടുക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഈ ഒരു കണ്ടീഷനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ, ഈ ഒരു കണ്ടീഷനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ, അങ്ങനെയുള്ള ഒരു സംഭവമേ ഇല്ല. അപ്പം അത് കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പോൾ ഇതൊക്കെ ആളുകളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ ഇത് ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ BOT നോക്കുന്ന ടൈമിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പോഷർ എത്രത്തോളം പ്രധാനമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ
നമ്മളിങ്ങനെ ബുക്കിൽ ഇങ്ങനെ വായിച്ച് മാത്രം പോയാൽ പോരാ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത കാര്യം ഇപ്പം ഞാനൊരു 4 കൊല്ലം മൊത്തം ബുക്കിലുള്ളത് പഠിച്ചിട്ട് നേരെ 6 മന്ത്സ് പോയി ഇന്റേൺഷിപ്പിൽ ഇത് അപ്ലൈ ചെയ്താൽ പറ്റുമോ? നടക്കില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് കിട്ടിയാൽ മാത്രമേ ഓക്കെ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാവും. നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിങ്ങനെ ആയാലും അതെങ്ങനെയാവും, ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഏറ്റവും നല്ല സ്റ്റുഡൻറ്റിന് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ബുക്കിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മൾ ക്ലിനിക്കൽ എക്സ്പോഷർ പോയി ഒരുപാട് പേഷ്യൻസിനെ കണ്ട് അപ്പോഴാണ് നമുക്ക് പഠിക്കാനും ഈസി ആവുള്ളൂ. നമ്മൾ നേരിട്ടൊരു സംഭവം കാണുമ്പോഴല്ലേ ഈസി ആവുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കിട്ടുന്ന എല്ലാ ഇയറും ക്ലിനിക്കൽ എക്സ്പോഷർ ഇത് നല്ല കോളേജസ് ആണെങ്കിൽ എന്തായാലും ക്ലിനിക്കൽ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കോളേജ് തന്നെ എപ്പോഴും ചൂസ് ചെയ്യാൻ കുട്ടികൾ ശ്രമിക്കണം. എന്നാലേ നമുക്ക് പഠിക്കുമ്പം അത് കുറച്ചും കൂടി ഈസി ആവുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് പോയിട്ട് ഇന്റേൺഷിപ്പിൻ്റെ ടൈമിൽ പോയിട്ട് എല്ലാ കണ്ടീഷനും കണ്ട് അതിനെക്കുറിച്ചൊരു ധാരണയും ട്രീറ്റ്മെൻറ്റും ഒന്നും പഠിക്കാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ BOT പഠിക്കാനായിട്ട് കോഴ്സിനെ പറ്റി തീരുമാനമെടുത്തു. ഈ ഒരു കുട്ടി കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം അഫിലിയേഷനാണ്. അതായത് WFOT, അയോട്ട ഈ 2 അഫിലിയേഷനുള്ള കോളേജസ് ചൂസ് ചെയ്താലേ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആണെന്ന് നമുക്ക് അഷ്യൂർ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പം ഇത്രയും കാലം പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് പോകാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്കൊരു ലൈസൻസ് വേണമല്ലോ. ഈ ലൈസൻസ് നമുക്ക് തരുന്ന നമ്മളെ ലൈസൻസിങ് ബോഡി അയോട്ടയാണ്. അപ്പം നമ്മൾ ഈ അയോട്ടയുടെ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഗൂഗിൾ എടുത്ത് നോക്കിയാൽ, ഇപ്പം ഇത് പ്രഷർക്ക് വേണമെങ്കിൽ നോക്കാം, നമ്മൾ അയോട്ടയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നമുക്കിങ്ങനെ കോളേജസിൻ്റെ പേര് വരുമ്പം അതിൽ ഓൾറെഡി അഫിലിയേഷനുള്ള കോളേജസിൻ്റെ പേര് മാത്രമേ വരുള്ളൂ. അപ്പം ആ പേരുകളുള്ള കോളേജ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ഈ ലൈസൻസിൽ നമ്മൾ വർക്ക് ചെയ്തു എന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് പുറത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഗുഡ് സ്റ്റാൻഡിങ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അയോട്ടയാണ്. സോ ഇതില്ലാത്ത കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല ആൻഡ് ഭാവി പിന്നെ ഒരു ഡേഞ്ചർ സോണിലായിരിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിലെ ഫാക്കൾട്ടീസ്. അതായത് ഒത്തിരി കോളേജസ് ഇപ്പോൾ ഉണ്ട് OTക്ക്, എന്നിരുന്നാൽ പോലും എല്ലാ കോളേജസിലും ഫാക്കൽറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. അവിടെ ഫാക്കൽറ്റീസ് ഉണ്ടോ, അവിടുത്തെ ലൈബ്രറി ഒക്കെ എങ്ങനെയാണ്, വേണ്ട ബുക്സുകൾ അവിടെ ഉണ്ടോ, കോളേജിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പോഷർ, നമ്മൾ എവിടേക്കാണ് ഇവരെ കുട്ടികളെ നമ്മൾ ഇൻറ്റേൺഷിപ്പിനാണെങ്കിലും എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് ക്ലിനിക്സിലാണ് ഇവർ പോകുന്നത്, അവിടെയൊക്കെ പേഷ്യൻസ് ഉള്ളതാണോ, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കോളേജ് ചൂസ് ചെയ്യാൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ബഡ്ജറ്റാണ്. നമ്മൾ കോളേജ് നോക്കുമ്പം അതൊരു പ്രശ്നം വരാറുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യമാണ്. കാരണം കുട്ടികൾ ഫസ്റ്റ് ഇയർ ലോൺ എടുത്ത് പഠിക്കുന്നവരുണ്ട്, ഈ കോളേജ് ചേർന്നതിന് ശേഷം ലോൺ എടുത്ത് പഠിക്കുന്നവരുണ്ട്, എന്താ പറയുക, ഒരു ഭയങ്കര പ്രഷറിൽ പഠിക്കുന്നവരുണ്ട്. അതായത് നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ കോളേജാണ് നമ്മുടെ ചോയ്സ് ഉണ്ടെങ്കിൽ ലോൺ എടുക്കുന്നതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. ബട്ട് നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനും നമ്മുടെ കോളേജും ഒക്കെ മാച്ച് ആവുമ്പോൾ ഡെഫിനറ്റ്ലി നോക്കണം. അല്ലെങ്കിൽ ഈ പ്രഷർ വരുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. ഒരു ഫീസ് അടക്കാനാവുമ്പം മേ ബി ഇതൊരു ചെറിയ കാര്യമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഇപ്പം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം ഈ പ്രഷർ എത്രത്തോളം അവരുടെ സ്റ്റഡീസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. സോ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കോളേജ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു കോഴ്സ് നോക്കുമ്പോൾ WFOT ഈ ഒരു അഫിലിയേഷനുള്ള ഒരു കോളേജിൽ മാത്രം പഠിച്ചാലാണ് ജോലി കാര്യങ്ങൾ കിട്ടുക. WFOT എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വേൾഡ് ഫെഡറേഷൻ ഓഫ് OT. അപ്പം ഇതൊരു കോളേജിന് ഉണ്ടാവുന്നതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് അമേരിക്ക അല്ലെങ്കിൽ കാനഡ അങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുമ്പം അവർ സ്വാഭാവികമായിട്ടും നോക്കും അയോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, ഓൾ ഇന്ത്യ ആണ്. അപ്പം WFOT എന്ന് പറയുമ്പോൾ വേൾഡിൻ്റെ ആണ്. ഇതല്ലാതെ കോട്ട ഉണ്ട് നമ്മുടെ കേരള. അപ്പം ഇതും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കോട്ടയിലും നമ്മൾ 6 മന്ത്സ് രജിസ്റ്റർഡ് ആയിരിക്കണം. കോട്ട, KOTA. ഓക്കെ, അപ്പോൾ ഇതും വേണം. അപ്പോൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്ന കോളേജ് അഫിലിയേറ്റഡ് ആണോ അത്രത്തോളം ദ സ്ട്രോങ് അവർ ബേസ് ഈസ്. അതെപ്പോഴും അതുള്ള കോളേജ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ കോളേജ് ഉണ്ടല്ലോ, പിന്നെന്തിനാണ് അതില്ലാത്ത കോളേജ് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം. എപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കുക. കാരണം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം അങ്ങ് പഠിക്കാം, ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പറഞ്ഞ പോലെ പിന്നീടുള്ള കാര്യങ്ങൾ നോക്കുമ്പം ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്ത് ഇതിൻ്റെ പകരം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. സോ WFOT അയോട്ട ഒക്കെ ഉള്ള കോളേജിന് മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക.
എന്നാലേ നമ്മൾ വേറെ സ്ഥലത്ത് ജോബിന് നോക്കുമ്പം ഈ പറഞ്ഞ അവർ നമ്മളെ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ അവരെ ഹയർ ചെയ്യുള്ളൂ. അറിയുള്ളൂ. ഇപ്പോൾ W40 അയോട്ട ഇപ്പോൾ കുട്ടികൾ കോളേജ് നോക്കുന്ന ടൈമിൽ ഇത് ചില കോളേജുകളിൽ ഏതെങ്കിലും ഒരു അഫിലിയേഷൻ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഉം. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു അഫിലിയേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് മാത്രം ഉള്ളതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അബ്രോഡ് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. പ്രശ്നം ഉണ്ടാവും, തീർച്ചയാണ്. 100% പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാവും. കാരണം ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ പോലെയും ഉണ്ടാവും കാര്യങ്ങൾ. പക്ഷേ എപ്പോഴാണെങ്കിലും ഏതാണ് നമ്മൾ ഹെൽത്ത് സിസ്റ്റമാണിത്. ഉം. ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനാണ് അത് ശ്രമിക്കുന്നത്. അപ്പം ഇപ്പോൾ നിലവിൽ ഇന്ന് ഇങ്ങനെയാണ് റൂൾ എന്ന് വെച്ചാലും നാളെ അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റൂളാണ് അടുത്ത ദിവസം വരത്തുള്ളൂ. അപ്പം ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ലൈക്ക് W40 വേണ്ട അയോട്ട എന്നൊക്കെ പറഞ്ഞാൽ അതായത് അതിൽ ഞാൻ കാര്യം പറയട്ടെ, അതായത് ഇപ്പോൾ ഒരു കോളേജ് നോക്കുമ്പോൾ കോളേജുകാരന് പറയുന്നുണ്ട് ഇപ്പോൾ W40 ഇല്ല, അല്ലെങ്കിൽ അയോട്ട ഇല്ല, നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ, ക്ലാസ് തുടങ്ങിയിട്ട് പഠിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് കിട്ടും. ഒരിക്കലും അങ്ങനെ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചറാണ്, നമ്മുടെ ഭാവിയാണ്. അതെന്തിനാണ് ഇത്രയും വലിയൊരു റിസ്കിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്നത്? ഓക്കെ, വേറെ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ ഓക്കെ എന്ന് വെക്കാം. ഇത് എത്രത്തോളം നല്ല കോളേജസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അഫിലിയേഷനുള്ള കോളേജസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നോ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ല. കാരണം കുട്ടികളുടെ ഭാവിയാണ് പ്രശ്നത്തിലാവുന്നത്. അതെ, അതെ. കാരണം പിന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീം പ്ലേസ്. ഇപ്പം നമ്മൾ ഖത്തർ പോലെ അല്ലെങ്കിൽ ഏത് GCC കൺട്രീസ് പോവുകയാണെങ്കിലും അവിടെ നമുക്ക് ക്വാളിഫൈ ആവേണ്ട എക്സാംസ് ഉണ്ട്. പ്ലസ് ഈ അയോട്ടത് കൊടുക്കണം, ഗുഡ് സ്റ്റാൻഡിങ് കൊടുക്കണം. ഇപ്പം UK, കാനഡ, യൂറോപ്പ് ഇങ്ങോട്ട് പോവുകയാണെങ്കിലും ഇത് വേണം. ഇനി ഇതൊന്നും വേണ്ട, നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. നിങ്ങളുടെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എവിടെ? ആരാ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് തരിക? നിങ്ങൾ വർക്ക് ചെയ്ത ക്ലിനിക്ക് തന്നാൽ മതിയോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തന്നാൽ മതിയോ? നോ. നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ OT. നമുക്ക് ആകെ ഒരൊറ്റ ഓർഗനൈസേഷനുള്ള ഒരൊറ്റ പാരൻ്റ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പം നമ്മൾ എൻക്യാപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഓർഗനൈസേഷൻ നമുക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അപ്പം നമ്മൾ വാല്യൂ ഇല്ല. അത് അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ W40 അയോട്ട ഉള്ള കോഴ്സ് ഡെഫിനറ്റ്ലി മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നോക്കാണ്ട് വേറെ കോഴ്സ് നോക്കാം. അതെ. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. അത് ഇല്ലാണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും തിരുത്തി എഴുതി പിന്നോട്ട് വന്ന് വീണ്ടും ഇത് ഞാൻ കറക്റ്റ് ചെയ്യാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കഴിയില്ല. ഇത് ഇല്ലാണ്ട് പഠിക്കുക വിചാരിക്കുക, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക? കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഇവർക്കൊരു ക്ലിനിക്ക് പോയി, ഉം. ഇവർക്ക് ഒരു ലൈസൻസ് എടുക്കണം, അല്ലെങ്കിൽ പുറത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് കാണിക്കണം, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോകണം ഓൾ ഇന്ത്യയുടെ. എവിടെ മെമ്പർഷിപ്പ്? എവിടെ? ഉം. ആരാ മെമ്പർഷിപ്പ് തരിക? നമ്മുടെ കോളേജല്ല നമുക്ക് മെമ്പർഷിപ്പ് തരിക. ഉം. ഓൾ ഇന്ത്യ OT എന്ന് പറഞ്ഞ ഈ സംഭവം ഈ സൈറ്റിൽ കയറി നിങ്ങളത് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് വരുള്ളൂ, ആ ഒരു സർട്ടിഫിക്കറ്റ് വരുള്ളൂ, എല്ലാം വരുള്ളൂ. ഇതില്ലാണ്ട് ഇത് അത് നോട്ട് ഒന്നും ഒരു നടപടി ആവില്ല. ഓക്കെ. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ ചേരുന്ന സമയത്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ചേരുമ്പോഴും ഇതിനിങ്ങനെയൊക്കെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതെ, അതെ. പിന്നെ ഈ കോളേജസ് ഇങ്ങനെ അഷ്യൂർ ചെയ്യുകയാണെങ്കിലും അത് എന്തിതിലാണ് ആ കുട്ടികൾ അത് ബിലീവ് ചെയ്യുന്നത്? അത് കിട്ടാതിരിക്കാം. അതെ, അതെ, അതെ. പക്ഷെ 50-50 ആണ് ആദ്യം പറഞ്ഞത്. അത് വെച്ചിട്ട് നമുക്കൊരു ഭാവിയല്ലേ ഉള്ളൂ, നമുക്കൊരു കരിയർ അല്ലേ ഉള്ളൂ. അപ്പോൾ ഡോണ്ട് ടേക്ക് റിസ്ക്. ഇപ്പോൾ BOT നോക്കുന്ന ടൈമിൽ പ്രൈവറ്റ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജസ് ഉണ്ട്. പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നതാണോ അതോ ഗവൺമെൻറ് പഠിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? ഏതാണ് ബെറ്റർ എന്നതിനേക്കാളും നമുക്ക് സീറ്റിൻ്റെ അവൈലബിലിറ്റി അതാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ. കാരണം അറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ എത്ര കോളേജസാണുള്ളത്. NIPMR ഉണ്ട്, NISH ഉണ്ട്, KMCT ഉണ്ട്. ഇവിടുത്തെയൊക്കെ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. 20 എൻ്റെ അറിവിൽ 20 സീറ്റ്സ് ആണുള്ളത്. പക്ഷേ നമ്മൾ പ്രൈവറ്റ് കോളേജസ് എടുത്ത് നോക്കുമ്പം 100 സീറ്റ്സ് ഉള്ള കോളേജ് ഉണ്ട്, 50 ഉള്ള കോളേജ് ഉണ്ട്. സോ ഈ ഒരു സീറ്റിൻ്റെ അവൈലബിലിറ്റി വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. അതായത് ഇപ്പം ഒരു 95% എബോവ് ഉള്ള കുട്ടികളാണ് LBSന് ഈ സീറ്റുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം LBS കൊടുത്ത് കുറച്ചൊരു ടൈം എടുത്ത് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഈ ഒരു സീറ്റിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കുമ്പം നമുക്ക് ഗവൺമെൻറ് ചൂസ് ചെയ്യാനുള്ള ചിലവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പഠനകാര്യത്തിൽ പക്ക പെർഫെക്റ്റ് ആണ്, നല്ല പേഷ്യൻസ് എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സീറ്റ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പ്രശ്നമുണ്ട്. ഈ സീറ്റും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. 95%ന്റെ മുകളിലുള്ള കഴിഞ്ഞ കൊല്ലം 98-99% ആൾക്കാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടികൾ മാത്രമേ ആ സീറ്റുകളുള്ളൂ. അതന്നെ അവിടെ ഭയങ്കര പിടിയും വലിയാണ് ആ സീറ്റിന്.
അപ്പം നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് കിട്ടൂല, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ താഴെയാണെന്നുള്ള ഏറ്റവും ബെറ്റർ വേഗം പ്രൈവറ്റ് കോളേജ് ചൂസ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പം തന്നെ കുറേ സീറ്റുകൾ ഫില്ലായി. അപ്പം വേഗം സെക്യൂർ ചെയ്യുക സീറ്റ്സൊക്കെ. ഇപ്പോൾ ഈ ഒരു കോഴ്സ് നോക്കുന്ന ടൈമിൽ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് RCA റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ ഒരു അഫിലിയേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BOTക്ക് വേണോ? വേണ്ട. ഇറ്റ്സ് വെരി ക്ലിയർ വേണ്ട. കാരണം RCI എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഇതാണ്. നമുക്കൊരു സെപ്പറേറ്റ് ബോഡി തന്നെ ഉണ്ട്. നമ്മൾ വരുന്നത് എൻകാപ്പിൻ്റെ അണ്ടറിലാണ്. നമുക്കുള്ള നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈസൻസിങ്ങും നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അയോട്ടയാണ്. നമുക്ക് RCI ആയിട്ട് RCI ഉള്ള ഇത് കുറേ കുട്ടികൾ നമ്മളടുത്തും ചോദിക്കാറുണ്ട്, RCI ഉള്ള കോളേജാണോ നിങ്ങൾ? കോളേജിന് ആ RCA ഉണ്ടോ? ഞങ്ങളിവിടെ ആ പഠിക്കുന്ന അതിൻ്റെ ഒരു ആവശ്യവും നിലവിലില്ല. നമ്മൾ OTക്ക് RCI എന്നുള്ള അതിനെക്കുറിച്ച് നമ്മൾ കൺസേൺ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം ദേ ആർ നോട്ട് പ്രൊവൈഡിങ് എനിത്തിങ് ഫോർ അസ് ഇൻ ദ സെൻസ് ദിസ് ലൈസൻസിങ് ഒക്കെ വേറെ ബോഡിയാണ് നമുക്കുള്ളത്. നമ്മൾ സെപ്പറേറ്റ് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ RCIൻ്റെ ആവശ്യം ഇല്ല. വേണ്ടെന്നുള്ളതാണ് ഉത്തരം. ഇപ്പോൾ നമ്മൾ BOT നോക്കുന്ന ടൈമിൽ കേരളത്തിൽ സീറ്റ് അവൈലബിലിറ്റി വളരെയധികം കുറവാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇന്ത്യയിൽ മാത്രം 1300ഓളം സീറ്റ്സ് മാത്രമാണ് അപ്രോക്സിമേറ്റ് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ WF40 അതുപോലെ അയോട്ട നോക്കുകയാണെങ്കിൽ 1600-700 സീറ്റുകൾ വളരെ കുറവാണ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് സീറ്റ് കിട്ടാനുള്ള ചാൻസും വളരെയധികം കുറവാണ്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ച് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ പുറത്ത് പോയി വിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയൊരു സംശയം. അപ്പോൾ പുറത്ത് പോയി പഠിക്കുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യം എന്താണ് മാമിന് പറയാനുള്ളത്? ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പുറത്ത് പോയി പഠിച്ച് ഞാൻ എൻ്റെ BOTയും MOTയും അവിടെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നതും പുറത്താണ്. അപ്പോൾ എനിക്ക് 100% പറയാൻ കഴിയും പുറത്ത് പഠിക്കുന്നത് സേഫ് ആണെന്നുള്ളത്. ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും കോളേജസ് വന്നിട്ടുള്ളത്. അപ്പം ഒരു 5-6 ഇയേഴ്സ് ആയി കാണും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇവിടെ വർക്ക് ചെയ്യുന്ന തെറാപ്പിസ്റ്റ് മൊത്തം പഠിച്ചിട്ടുള്ളത് എവിടെയാണ്? പുറത്താണ്. ഫുൾ അതർ സ്റ്റേറ്റ് ആണ്. TN ആവാം, മാംഗ്ലൂർ ആവാം, ഒക്കെ അതർ സ്റ്റേറ്റ് ആണ്. സോ ഇത്രയും പേര് പഠിച്ച് സക്സസ്ഫുള്ളായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി സേഫ്. പിന്നെ അതല്ലാണ്ട് പാരൻസിന് മോസ്റ്റ്ലി ഇപ്പം ഞാൻ ഒരു ഗേളാണ്, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, വളരെ ഉള്ളോട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ വിടുമ്പം നമ്മൾ പാരൻസൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകണം. ഞാൻ ജോയിൻ ചെയ്യുന്നത് 2018-ലാണ്, ഫ്ലഡിൻ്റെ ടൈമിലാണ്. ഫ്ലഡ് ഇവിടെ വന്നു. നമ്മൾ ജോയിൻ ചെയ്യുമ്പം പാതി മലയാളീസിന് വരാനേ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഈ സമയത്തൊക്കെ പാരൻസിന് ഭയങ്കര പേടിയാണ്, ഇവരെങ്ങനെ ട്രാവൽ ചെയ്യും, ട്രെയിനിൽ എന്തായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ട്രെയിനിൽ കയറി നോക്കണം, ഫുൾ മലയാളീസ് ആയിരിക്കും. ഫുൾ നമ്മളെ നാട്ടിലുള്ള കുട്ടികൾ, മറ്റ് കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പം നമ്മുടെ കോളേജിൽ തന്നെ ചെന്ന് നോക്കിയാൽ നമ്മൾ ചെല്ലുമ്പോൾ അറിയാം നമ്മുടെ സീനിയേഴ്സ് ചിലപ്പം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തു നിന്നുണ്ടാവും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം സേഫ് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ പഠിച്ചിരുന്ന കോളേജാണെങ്കിലും ഇപ്പോൾ ഏത് കോളേജ് എടുത്ത് നോക്കിയാലും അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഒക്കെ കുട്ടികളുടെ സേഫ്റ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് നിൽക്കുന്നവരാണ്. എല്ലാ കോളേജിലും ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളതുണ്ട്. അപ്പം സേഫ്റ്റി എന്നുള്ളത് ഒക്കെ പേഴ്സണൽ ചോയ്സ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം നാട്ടിൽ ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കോളേജിൽ പോയി വരാനാണെങ്കിലും നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ, നമ്മൾ എന്തിനാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്തിനാണ് പഠിക്കുന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആസ്പെക്റ്റാണ്. നമ്മളൊരു വേറൊരു സ്റ്റേറ്റ് പോയി പഠിച്ചതുകൊണ്ടോ വേറൊരു കൺട്രി പോയി പഠിച്ചതുകൊണ്ടോ അതൊന്നും നമ്മളെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമ്മൾ കുറച്ചും കൂടിയും വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് റെസ്പെക്റ്റാണ്. നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഇവിടെ വന്നല്ലോ, ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. സോ നമുക്ക് എപ്പോഴും ഒരു റെസ്പെക്റ്റും ഒരു ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെപ്പോഴും നമ്മളെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അഡ്മിഷൻ നോക്കുന്ന ടൈമിൽ ഈ സ്റ്റുഡൻസ് സാധാരണ ചെയ്യുന്ന മിസ്റ്റേക്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സീറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാലോ, നാട്ടിൽ സീറ്റ് വെയിറ്റ് ചെയ്തിട്ടും ഒക്കെ ലാസ്റ്റ് ഇങ്ങനെ ഒന്നിച്ച് ഒക്കെ പുറത്തോട്ട് നോക്കാമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ അഫിലിയേഷൻ്റെ കാര്യം മറന്നു പോകും. അപ്പോൾ നമുക്ക് ഓക്കെ ഈ കോഴ്സ് തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധാവസ്ഥയിൽ കുട്ടികളും പാരൻസൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ അഫിലിയേഷൻ നോക്കാണ്ട് കോഴ്സ് അതായത് കോളേജ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു നമ്പർ 1 തെറ്റാണ്. അതല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് നോക്കാണ്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പം പിന്നീട് നമുക്ക് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലിനിക്കൽ പോസ്റ്റിങ്സ്, ഇൻറ്റേൺഷിപ്പ് ഒക്കെ കറക്റ്റായിട്ടുള്ള, കാരണം അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഞാനിപ്പം ന്യൂറോ എനിക്ക് പോകണം എന്ന് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്
എൻ്റെ ഇൻറ്റേൺഷിപ്പ് സമയത്ത് എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നത് നിംഹാൻസിലാണ്. നിഹാൻസ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ബാംഗ്ലൂരിലുള്ളതാണ്. അപ്പം അവിടെ അത്രയും പേഷ്യൻസ് വരുന്നു. ദേ ആർ സ്പീക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് ഹിന്ദി, അങ്ങനെ പല പല ലാംഗ്വേജസ് ആണ്. അപ്പം ഇത് നമുക്ക് തരുന്ന ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. അതായത് ആസ് എ ഹ്യൂമൻ നമുക്ക് തരുന്ന ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. നമ്മൾ എത്ര ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പം നമ്മൾ തന്നെ ഇങ്ങനെ അതിനൊക്കെ ഇതാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രോത്ത് ഉണ്ട്. അപ്പം ഇൻറ്റേൺഷിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ കോളേജൊക്കെ നോക്കുമ്പം ഈ പഠനം എന്നതിലുപരി ഇങ്ങനത്തെ ഒരു ഗ്രോത്തും കൂടി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഏത് കോളേജിലാണ് നല്ലത് കൊടുക്കുന്നതെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതല്ലേ. ഈ പറഞ്ഞ പോലെ ഞാൻ ന്യൂറോ സെലക്ട് ചെയ്യുമ്പം ഓക്കെ ഇവർക്ക് വേറൊരു ലാംഗ്വേജ് കന്നഡയിൽ ഞാൻ അവരോട് സംസാരിക്കുന്നു, ഞാൻ ആ ലാംഗ്വേജ് പഠിക്കുന്നു. ഓക്കെ എനിക്കിത് ഏത് ലാംഗ്വേജിലും ഡീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു സ്കില്ലുണ്ട്, അപ്പോൾ എനിക്ക് ടീച്ച് ചെയ്യാനും കഴിയും, എനിക്ക് അതും കഴിയും. നമ്മൾ കുറച്ചും കൂടി നമ്മളെക്കുറിച്ച് കോൺഫിഡൻ്റ് ആവുകയാണ്. അപ്പോൾ ഇതൊക്കെയുള്ള കോളേജ് ചൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ബെറ്റർ. ഓക്കെ. പ്ലസ് ടുവിന് ശേഷം പലതരം കോഴ്സസ് ഉണ്ട്. നഴ്സിംഗ് ഉണ്ട്, പാരാമെഡിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, അലൈഡ് പല പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടൊരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BOT ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് തന്നെ ചൂസ് ചെയ്യണം? ഫസ്റ്റ് തിങ് അവരുടെ ഇൻട്രസ്റ്റ് ആണ് ആദ്യമേ പറഞ്ഞ ഉം, പോലെ. ഉം, പിന്നെ നമുക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉം, അത് പറയാം. അതായത് ഇപ്പം ഫിസിയോ ആവട്ടെ, സ്പീച്ച് ആവട്ടെ, ഉം. ഈ കോഴ്സുകളിലൊക്കെ നമ്മളൊരു കുട്ടിനെ അല്ലെങ്കിൽ ഒരു അഡൾട്ടിനെയൊക്കെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മളായിട്ട് അവർക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് അത് വെച്ച് നമുക്ക് ചൂസ് ചെയ്യാം. പീഡ്സ് ആണോ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ന്യൂറോ ആണോ, ഇതൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി ചിലർക്ക് സൈക്കോളജി പരമായി അങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. ഇപ്പോൾ സൈക്കാട്രി, ഡിപ്രഷൻ, സ്കീസോഫ്രീനിയ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പിന്നെ സ്പ്ലിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൈകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫോമിറ്റി, വിരലിൽ എന്തെങ്കിലും ഡിഫോമിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്പ്ലിൻ്റൊക്കെ കൊടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാകുമ്പം ഇത് പലതരം കുറച്ചും കൂടി ജോലികൾ നമുക്ക് ചെയ്യാനുള്ള ചെയ്യാൻ ഓപ്ഷൻസ് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഉണ്ടാകുമ്പം ഇത് അങ്ങനെ ഒരു കാര്യം പറയാം. ഉം, BOT ചൂസ് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ലതായിട്ട്. ഉം. പിന്നെ നെക്സ്റ്റ് വരുന്ന മേജർ ക്വസ്റ്റ്യൻ ആണ്, BOT പഠിച്ചു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും? ഓക്കെ. അത് പബ്ലിക്കിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാം ഒരു അപ്രോക്സിമേറ്റ് ഒരു റേഞ്ച് ഇന്ത്യയിലും അബ്രോഡ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പം നാട്ടിൽ കിട്ടുന്നതിൽ ഒരു 45K പ്ലസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം MOT ആവണമെന്നില്ല. നമ്മൾ ബേസിക് BOT പഠിച്ചിറങ്ങി. BOTക്ക് നമുക്ക് കിട്ടും. ഒരു പീഡിയാട്രിക്സ് ക്ലിനിക്കിലോ നിങ്ങൾ ന്യൂറോ എവിടെ ആണെങ്കിലും നമുക്ക് ഒരു 45 തൊട്ട് നമുക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഓരോ 1 ഇയർ ആണോ 2 ഇയർ ആണോ ഇതിനനുസരിച്ച് നമ്മുടെ സാലറി സ്കെയിലും നമ്മളോടൊപ്പം വളരും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, MOT ഉണ്ടെങ്കിൽ സാലറി ഇനിയും അധികമാവും. എനിക്കൊരു പെർട്ടിക്കുലർ റേഞ്ച് പറയാൻ സാധിക്കില്ല. പിന്നെ എബ്രോഡ് നോക്കുകയാണെങ്കിൽ നാട്ടിൽ ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ എബ്രോഡ് അറിയാലോ ഡബിൾ ആയിരിക്കും. അത് GCCയിൽ ഒരു സ്കെയിലാണ് ഇപ്പോൾ 2.5 lakhs പ്ലസ് അങ്ങനെ ആയിരിക്കും. ഇപ്പം യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ 4.5 അങ്ങനെ അതായിരിക്കും. ഓരോ സ്ഥലത്തെയും ലിവിങ് കോസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ലെവലിലാണ് അതിൻ്റെ ഇതും വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങളിലെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സണെ നമ്മളൊരു ഹോളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെ എൻവയോൺമെൻറ്റ്, അവരുടെ കൾച്ചർ ഇതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തെറാപ്പി കൊടുക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചറല്ല നമ്മളൊരു GCC കൺട്രീസിൽ പോയിട്ടുള്ള ഓൾമോസ്റ്റ് സിമിലർ ടു ഇന്ത്യൻ കൾച്ചറാണ്. പക്ഷേ ഈ കൾച്ചറല്ല നമ്മൾ കാനഡ, ഓസ്ട്രേലിയ ഇല്ലെങ്കിൽ UK പോയിട്ടുണ്ടെങ്കിൽ. സോ ആ കൾച്ചറും അവരുടെ എൻവയോൺമെൻറ്റും ആ ക്ലയൻറ്റിൻ്റെ ഫാക്ടേഴ്സൊക്കെ ഇത് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ എൻവയോൺമെൻറ്റ് മോഡൽ എന്നൊക്കെ പറയാൻ കഴിയും. അങ്ങനെയാണ് തെറാപ്പി കൊടുക്കുന്നത്. അപ്പം നമ്മൾ സാലറി അതിലുപരി ലൈക്ക് ആ കൺട്രീൻ്റെ കൾച്ചർ ഒക്കെ നമുക്ക് എത്രത്തോളം സ്വീകരിക്കാൻ നമുക്ക് എടുക്കാൻ കഴിയും, അതിനെക്കുറിച്ച് നമുക്ക് എത്രത്തോളം നോളേജ് ഉണ്ട്, നമുക്കത് ഡീൽ ചെയ്യാൻ കഴിയുമോ, നമുക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം പുറത്ത് പോകാൻ. സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്കില്ല്, എക്സ്പീരിയൻസ്, ഒക്കെയാണ്. ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. പിന്നെ ഈ ഇന്റേൺഷിപ്പ് സമയത്ത് പേഷ്യൻ്റ് ഹാൻഡ്ലിങ് എക്സ്പോഷർ കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഇന്റേൺഷിപ്പ് സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡേ പോയി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു കംപ്ലീറ്റ് തെറാപ്പിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ കോഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണോ വർക്കിന് പോകുന്നത് അതുപോലെ തന്നെയാണ്
നമ്മൾ പോകേണ്ടത്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നത് നാട്ടിൽ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, അങ്ങനെ പല പല സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള റൂൾസ്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതും നമ്മൾ ഫോളോ ചെയ്യണം. ലൈക്ക് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഒരു ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ബേസിക് കാര്യം മനസ്സിലാവും. പിന്നെ നമ്മളടുത്ത് പേഷ്യൻ്റ് വരുന്നു, കൃത്യമായി അസസ്മെൻ്റ് എടുക്കുന്നു. നമ്മളൊരു തെറാപ്പിസ്റ്റിനെ പോലെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ്. ഇത് നമ്മളെ കോഴ്സൊക്കെ എന്ന് പറയുന്നത് പ്രാക്ടീസിങ് കോഴ്സാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ നോർമലി ട്രീറ്റ് ചെയ്യുന്ന പോലെ നേരിട്ട് ഇതിൽ നമുക്ക് വല്ല ഗൈഡൻസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ആഡ് ചെയ്തതായിട്ടുണ്ടോ എന്നൊക്കെയുള്ള അവിടെയുള്ള സ്റ്റാഫ്സ് പറഞ്ഞുതരും. അതല്ലാണ്ട് പൂർണ്ണമായി നമ്മൾ ആ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു, അവർക്കൊരു കാര്യം ട്രെയിൻ ചെയ്യുന്നു, നമുക്ക് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒബ്സർവേഷനിലായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വി ആർ കംപ്ലീറ്റ്ലി ഇൻ ടു ദാറ്റ്. ഓക്കെ, ഓക്കെ. പിന്നെ ഇന്റേൺഷിപ്പ് പെർഫോമൻസ് ഫ്യൂച്ചർ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ആ, തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പിന് പോകുമ്പോഴാണ് ഓക്കെ ഈ ഒരു ഇതിൽ ഇത്രത്തോളം ഇതാണ് വരുന്നത്. ഈ ഒരു ന്യൂറോ ആണെങ്കിൽ ഇത്രത്തോളം പേഷ്യൻസ് ആണ് വരുന്നത്. ഇവർക്ക് കോമൺ ആയിട്ട് ഇത്രത്തോളം പ്രശ്നമുണ്ട്. ഞാനിത് ട്രീറ്റ് ചെയ്യുമ്പം എനിക്ക് എൻ്റെ എത്രത്തോളം സ്കില്ല് പുറത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിലാണ് എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാവുന്നത് നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേതെന്ന് പറയുമ്പം ക്ലിനിക്കൽ ഓക്കെ ആസ് വെൽ നമ്മൾ പോകുന്നു, പിന്നെ കൂടെ പഠിക്കുന്നു, എല്ലാം കൂടെയാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചായിട്ട് നമ്മളിങ്ങനെ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പോഴേ നമുക്ക് കൂടുതൽ ഐഡിയ വരുള്ളൂ. നമുക്ക് ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ട് അപ്പോഴാണ് നമുക്ക് ഇതിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പം ഓരോ പേഷ്യൻസിനെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഒക്കെ പോകുമ്പം അത് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇറ്റ് വിൽ ബി മച്ച് മോർ ക്ലിയർ. ഓക്കെ. BOT സ്റ്റുഡൻസിന് ഹോസ്പിറ്റൽ എക്സ്പോഷർ മാത്രമാണോ അതോ സ്പെഷ്യൽ സ്കൂൾ, റിഹാബിലിറ്റേഷൻ സെൻറ്റർ ഇങ്ങനത്തെ എക്സ്പോഷർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഹോസ്പിറ്റലിൽ ഒരു സ്പെക്ട്രം പേഷ്യൻസ് മാത്രമാണല്ലോ വരുന്നത്. നമ്മൾ ക്ലിനിക്സിൽ വേറെ, നമ്മൾ ഇപ്പം ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ വേറെ, വേറെ എന്തെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ വേറെ, ഓക്കെ. ഇതല്ലാണ്ട് ജീരിയാട്രിക് ഹോംസ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ജീരിയാട്രിക്കിൽ നമുക്ക് ഒരുപാട് റോളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ വയസ്സായി കഴിയുമ്പം നമുക്ക് വരുന്ന കാര്യമാണ് മറവി. അപ്പം നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ് മറക്കും, പല കാര്യങ്ങളും മറക്കും. അപ്പോൾ ഇങ്ങനെ ജീരിയാട്രിക് ഹോംസിലും നമുക്ക് റോളുണ്ട്. എല്ലാ സ്ഥലത്തോട്ടും ഇത് ഇത്രയും ഇതിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ് ആസ് പെർ അവർ കോഴ്സ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പോവും. ഇതില്ലാണ്ട് നമ്മൾ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഇതിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണെന്നുള്ളതെന്ന് പൂർണ്ണ അറിവ് നമുക്ക് വേണ്ടേ. ഈ സംഭവം ഈ ഒരു ക്ലിനിക്കൽ ന്യൂറോ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇതിൽ ഇത്രയും ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. പോസ്റ്റിങ്ങും തിയറിയും, ക്ലിനിക്കലും തിയറിയും. സോ ഡെഫിനറ്റ്ലി എല്ലാ സ്ഥലത്തും നമ്മൾ പോസ്റ്റിങ്ങിന് പോകും. ഇപ്പോൾ BOT കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റ് അവർ ജോലിക്ക് കയറുമ്പോൾ അവരുടെ ഒരു ഡെയിലി റൂട്ടീൻ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ. ഇത് ഓരോ സെറ്റപ്പിലും ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞപ്പോൾ നമ്മളൊരു പീഡിയാട്രിക് ക്ലിനിക്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ ക്ലിനിക്സും പൊതുവെ 9 to 5 പോലെ ആയിരിക്കും വർക്കിംഗ്. അപ്പം നമ്മൾ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെഷൻ വൈസായിട്ട് കുട്ടികൾ വരും. ഇതിൽ ഓട്ടിസം ഉണ്ടാവും, സെറിബ്രൽ പാൾസി ഉണ്ടാവും, ADHD ഉണ്ടാവും, അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ നമുക്കൊരോ സെഷനാണ്, ഒരു 45 മിനിറ്റ് സെഷൻ, ഇങ്ങനെ ഓരോ സെഷനായിട്ടും അങ്ങനെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പം മോസ്റ്റ്ലി നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് എല്ലാ ക്ലിനിക്സിലൊക്കെ. അതായത് അവിടെ ഫിസിയോ കഴിഞ്ഞിട്ടായിരിക്കും ആ കുട്ടി നമ്മളടുത്തോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്കോളജി സെഷൻ അറ്റൻഡ് ചെയ്തിട്ടാവും നമ്മളടുത്ത് വരുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഏരിയയും കൂടി ക്ലിയർ ചെയ്ത് ആ കുട്ടീനെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വിടുന്നു. വേറെ കുട്ടികൾ വരുന്നു. ഇനിയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു, അതായത് ഇന്ന് ഈ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ എന്താണ്, നമ്മൾ എത്രത്തോളം ആ കുട്ടിയെ എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു, ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് അച്ചീവ് ചെയ്യേണ്ടത്, ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മന്തിൽ ആ കുട്ടിക്ക് എന്ത് ചേഞ്ചസ് ആണ് നമുക്ക് വരുത്താൻ കഴിഞ്ഞത്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് പറയില്ലെങ്കിലും നമ്മൾ ഫൈനൽ ഇയറിൽ ഇത് പഠിക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ ഡെയിലി ക്ലിനിക്സ് കഴിഞ്ഞാൽ ഇതും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു റുട്ടീൻ. പിന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. പീഡ്സ് ആണെങ്കിൽ നമുക്ക് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് പ്ലേ വൈസാണ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക. കുട്ടികളുടെ ഒരു ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് പ്ലേ ആണ്.
അപ്പം അങ്ങനെ ആയിരിക്കും അത് പോകുന്നുണ്ടാവുക. ഇപ്പം ന്യൂറോ ആണെങ്കിൽ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരായിരിക്കും. ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ അവരുടെ നീഡും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ഈ കുട്ടി അപ്പം ആ നീഡുകൾ വെച്ച് നോക്കിയിട്ട് നമ്മളവിടെ അതിനനുസരിച്ചുള്ള തെറാപ്പി കൊടുക്കും. ഇനി സൈക്യാട്രി ആണെന്നുണ്ടെങ്കിൽ സൈക്യാട്രിയും ഇതേപോലെ ചിലപ്പം ഗ്രൂപ്പ് തെറാപ്പി അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും സെഷൻ വരുന്നത്. അതും ടൈമിംഗ് ഒക്കെ സെയിം ആണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ്സ് ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ന്യൂറോ ആൻഡ് പീഡിയാട്രിക്സ്. കാരണം അവർക്ക് കുറച്ചും കൂടി സ്കെഡ്യൂളിങ്, പിന്നെ അവരുടെ മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, വേറെ ഡെയിലി ലിവിങ് ടാസ്ക് ഒക്കെ കുറച്ചും കൂടി വേറെ രീതിയിലാണ് നമുക്ക് അവർക്ക് ട്രെയിൻ ചെയ്യുക. എവറിത്തിങ് ഇസ് വെരി ക്രിയേറ്റീവ് ഇൻ സൈക്കാട്രി. സോ ഇന്ന ഇതിൽ ഇങ്ങനെയാവും നിങ്ങൾ വർക്ക് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ BOT പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോബ്സ് കാര്യങ്ങളുണ്ടോ? ഡെഫിനിറ്റ്ലി. ഞാൻ ഒരു 2018 തന്നെ നമ്മളൊരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് വേറെ കുറേ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇൻഫർമേഷൻ വരുമല്ലോ. ആ സമയത്ത് തന്നെ നമ്മൾ അംഗൻവാടി ത്രൂ ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മെൻ്റൽ ഹെൽത്ത് സെക്ടറിൽ വേക്കൻസി ഉണ്ട് എന്ന്. അതുവരെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. അറിയില്ല. അപ്പം നമുക്കിങ്ങനെ കിട്ടില്ല. ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് സെക്ടേഴ്സിലാണ് കൂടുതൽ വേക്കൻസി ഗവൺമെൻറ് ജോബിന് വിളിക്കുന്നത്. പിന്നെ MOT വേണമെന്നോ സ്പെഷ്യലൈസേഷൻ വേണമെന്നോ എന്നൊന്നുമില്ല. BOT കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺട്രാക്ട് ബേസിസിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ കുറേ സംഭവങ്ങളിൽ കോൺട്രാക്ട് ബേസിസിൽ ഇവർ വിളിക്കുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ടല്ലോ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിംഹാൻസ്, നിർത്താർ, അവിടെയും വേക്കൻസി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ WFOT IOT അല്ലാണ്ട് പഠിച്ചിറങ്ങിയിട്ട് ഗവൺമെൻറ് ജോബ്സ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളെ ഡോക്യുമെൻ്റാണ് നമ്മുടെ സ്ട്രെങ്ത്ത്. ഞാൻ വെറുതെ ഇന്ന് പോയി ഞാൻ തെറാപ്പിസ്റ്റാണ് എനിക്ക് ജോലി വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി ഈ കോളേജിലാണ് പഠിച്ചത്, ഇത്ര അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജിലാണ് പഠിച്ചത് എന്നുള്ളത് അവിടെ വെച്ചാലേ നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ജോബ് വരുള്ളൂ. സോ അതെന്തായാലും വേണം. ഇപ്പോൾ അബ്രോഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോളേജിൽ പഠിച്ചും ചോദിക്കില്ല, ഈ ഒരു അഫിലിയേഷൻ അല്ലെങ്കിൽ ഇതുണ്ടോ എന്ന് മാത്രം അതെ. ചോദിക്കുള്ളൂ നമ്മുടെ അല്ലേ? കോളേജൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. എത്രത്തോളം കോളേജ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. അപ്പം അവർക്ക് നിങ്ങൾ ഈ കോളേജ് ഈ അഫിലിയേഷനുള്ള WFOT IOTA ഈ 2 അഫിലിയേഷനുള്ള കോളേജിലാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അത് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. ഇപ്പോൾ BOT പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ക്ലിനിക്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഫൈനൽ ഇയർ ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, എന്താണ് ബഡ്ജറ്റിങ് കാര്യങ്ങൾ, ഇത് നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുന്നതിൻ്റെ പേർപ്പസ് തന്നെ നമ്മളിപ്പുറത്ത് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സ്പെഷ്യലൈസേഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കണമെന്നില്ല. BOT പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ കണ്ടീഷൻ എടുക്കാൻ പറ്റുന്നതാണ് ഒരു ക്ലിനിക്ക്. ഇപ്പോൾ BOT പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അബ്രോഡ് നോക്കുമ്പോൾ ഏതൊക്കെ കൺട്രീസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാനായിട്ട്? അങ്ങനെ ഇല്ല. കാരണം നിലവിൽ നമ്മുടെ ഒരു എല്ലാവരും വേക്കൻസി വിളിക്കുന്ന ടൈമാണ്. ഇപ്പം ഒരു 50 പേരാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 45 പേരും പുറത്തോട്ട് പോകുന്നുണ്ട്. ലൈക്ക് ആർക്കും അങ്ങനെ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അങ്ങനെയില്ല. കാരണം എല്ലാ സ്ഥലത്തും അത്യാവശ്യം സ്കോപ്പ് ഉണ്ട്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന കൺട്രിയുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഏതാണ് ഇൻട്രസ്റ്റ് അത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓരോരോ കൺട്രീസിലും പോകുമ്പം അതിൻ്റേതായിട്ടുള്ള ലൈസൻസിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇപ്പം UK-യിലാണെങ്കിൽ IELTS-ൻ്റെ കൂടെ നമ്മൾ HCPC എന്ന് പറയും. ഇപ്പം നമ്മൾ അയർലാൻഡിലായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ കൊറു ചെയ്യണം. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അബ്ഹാര എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യണം. ഇപ്പം അമേരിക്ക, കാനഡ അങ്ങനത്തെ കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NBCOTയുടെ എക്സാം അത് കുറച്ചും കൂടി ടഫറാണ് ആ എക്സാം മറ്റ് സംഭവങ്ങളോട് അപേക്ഷിച്ച്. ബട്ട് ഇങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും എളുപ്പമല്ല. വേക്കൻസി ഉണ്ട് ബട്ട് എളുപ്പമല്ല. കാരണം നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. സോ ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് പോകാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ GCC പോവാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. DHA, HAD, MOH ഇങ്ങനത്തെ ഓരോരോ കൺട്രീസിലോട്ട് അതിൻ്റേതായിട്ടുള്ള എക്സാമുകൾ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയും ടഫൊന്നും അല്ല. ബട്ട് നമ്മൾ കുറച്ചൊന്നും എഫേർട്ട് എടുത്ത് പഠിച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. പക്ഷേ ഇതൊന്നും ക്രാക്ക് ചെയ്യാണ്ട് +2 ഇയർ എക്സ്പീരിയൻസും ഇല്ലാണ്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് മേജർ ക്വസ്റ്റ്യൻ ആണ് പേരൻസും സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് BOT പറയുന്ന കോഴ്സ് സ്കോപ്പ് ഉണ്ടോ, ഡിമാൻഡ് ഉണ്ടോ, പഠിച്ചാൽ പ്രശ്നം ഉണ്ടാവും ഇനി ഫ്യൂച്ചറിൽ? അതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു ആൻസർ എന്താണ്? പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഡെയിലി നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാൽ നമ്മൾ ഓൾറെഡി ഈ പ്രൊഫഷനിലുള്ള ആളായതുകൊണ്ട് വേക്കൻസി റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. നമുക്ക് ഇതിന് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് മെസ്സേജസ്. നമ്മൾ ഇന്ന സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല, അത് അത്രയും എനിക്ക് അഷ്യൂർ ചെയ്ത് പറയാൻ കഴിയും.
ആൾക്കാരെ കിട്ടാനില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇപ്പം ഒരു ബാച്ച് ഇറങ്ങിയിട്ട് ഇപ്പം ലാസ്റ്റ് പ്രീവിയസ് ബാച്ച് ഇറങ്ങിയിട്ടൊരു 2 months ആയി. അപ്പം ആ ആളുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും വേക്കൻസിയാണ്. കുറേ പേര് നമ്മളെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നുള്ളത്. അപ്പം കറൻ്റ്ലി ഒരാളിപ്പം ഇങ്ങോട്ട് ഇറങ്ങിയാൽ അവളെ പിടിച്ചു കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഇപ്പോഴത്തെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. ഇത് ഇനിയിപ്പം ടീച്ചിങ് ഫീൽഡിലാണെങ്കിലും കുറേ പോസ്റ്റ് വിളിക്കുന്നുണ്ട്, ക്ലിനിക്കൽ ഫീൽഡിലാണെങ്കിലും കുറേ പോസ്റ്റ് വിളിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ആരും ഒരു നേഴ്സിനെ വേണമെന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ വേണമെന്നോ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. നമ്മളെ കോളേജിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളെന്താ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്? ഒരു ഡോക്ടറിനെ പോയി കണ്ടപ്പം അവർ ഏറ്റവും ബെസ്റ്റ് OT എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെടുത്തു. അപ്പോൾ ഡോക്ടർ അവരെന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പം ഒരാളോട് നിങ്ങളെന്താ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഞാൻ ടീച്ചിങ് ആണ്, ഞാൻ എൻജിനീയറാണ്. OT എന്ന് പറയുന്ന എത്ര ആൾക്കാരെ സാർ കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. സോ ഇറ്റ് ഇസ് റെയർ. അത്ര ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഇപ്പോഴും OT എന്താണെന്ന് കുറേ പേര് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ദാറ്റ് മച്ച് റെലവൻസ്. ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓറ ഇറ്റ് ഈസ് വെരി ബിഗ്. അതെ, മാമിനെ വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര ബിസിയാണ്. 2 മാസമായി നമ്മൾ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അതെ. കുറച്ച് ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾ ആണുള്ളത്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ BOT കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ PG പ്രോഗ്രാംസ് അങ്ങോട്ടുള്ള ജേർണി കാര്യങ്ങൾ നെക്സ്റ്റ് ഏതൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ? നമ്മുടെ ഇൻട്രസ്റ്റ് പോലെയാണ്. അതായത് ഇപ്പം നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ നമുക്ക് പീഡിയാട്രിക്സ് ആ വിഭാഗമാണെങ്കിൽ അങ്ങനെ എടുക്കാം, ന്യൂറോ ആണ് അങ്ങനെ എടുക്കാം. അതല്ലാണ്ട് ഹാൻഡ് മാത്രം സ്പെഷ്യലൈസേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഒരു ഇത്. ഹാൻഡ് മാത്രമാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്ത് പഠിക്കാം. അതല്ലാണ്ട് മെൻ്റൽ ഹെൽത്ത് സെക്ടർ ആണെങ്കിൽ അങ്ങനെ പഠിക്കാം. ലൈക്ക് നമ്മളെ ഇൻട്രസ്റ്റ് പോലെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിന് പോയി കഴിയുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുക കൂടുതൽ എനിക്കിതാണ് കുറച്ചും കൂടി ബെറ്റർ, നമ്മുടെ ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പം അത് ചൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പേരൊക്കെ ടീച്ചിങ് അങ്ങനെ പോകാനാണ് MOT ചൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിലും ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ ചൂസ് ചെയ്തെടുക്കുക. ഈ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ കരിയറിൽ എത്രമാത്രം ഗ്രോത്ത് കാര്യങ്ങളുണ്ടാവും? ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. കാരണം MOT വേണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല. BOT പഠിച്ച ആരെങ്കിലും ഉണ്ടോ അവരെ തരൂ, അല്ല MOT തന്നെ വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. ഇത് ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഇനിയും കുറച്ചും കൂടി പഠിക്കണം, എനിക്ക് സ്പെഷ്യലൈസ്ഡ് ആവണം എന്ന് ഒരാൾക്കൊരു വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നീറ്റൊക്കെ ആയല്ലോ, കുറച്ചും കൂടി നമ്മൾ ഒരു ഹൈ പ്രൊഫൈലാണല്ലോ നിൽക്കുന്നത്. അപ്പം നമ്മളെ തന്നെ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ഒരു ബെറ്റർ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതെടുക്കാം. അതേപോലെ ടീച്ചിങ്ങിന് വേണം കുറച്ചും കൂടി നമ്മൾ നല്ലൊരു ട്യൂറ്റർ എന്നുള്ള ലെവലിലല്ല, നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ലെക്ചർ അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു MOT എന്തായാലും നിർബന്ധമായിട്ട് ആവശ്യമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BOT ഗ്രാജുവേറ്റിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് എങ്ങനെയാണ് മാഡം കാണുന്നത്? വളരെ നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം നമുക്കൊരു പേടിയില്ല. നമ്മൾ പറഞ്ഞ പോലെ ആസ് എ ഹോൾ ആണ് ഒരു ആളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഈ ഓക്യുപ്പേഷൻ എന്നുള്ള ടേം നമ്മൾ സാധാരണ ഇവിടെ യൂസ് ചെയ്യുക ജോബിൽ എഴുതും ഓക്യുപ്പേഷൻ. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്തോ ഒരു ജോബിന് വേണ്ടിയിട്ട് ഇവരെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് എന്നുള്ളത്. അതല്ല, ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഒരു ചൈൽഡിൻ്റെ ഓക്യുപ്പേഷൻ എന്താണ്? പ്ലേ ആണ്. ഇപ്പം സാറിൻ്റെ ഓക്യുപ്പേഷൻ ഇതാണ്. എൻ്റെ ഓക്യുപ്പേഷൻ ഞാനൊരു ടീച്ചറാണ്, പ്ലസ് ഞാനൊരു അമ്മയാണ്, പ്ലസ് ഞാനൊരു മോളാണ്, ഒരു വൈഫാണ്. ലൈക്ക് അങ്ങനെ ഒരാളുടെ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് അയാളുടെ ഫുൾ ഇവോൾവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു ഓക്യുപ്പേഷൻ ഒരു മനുഷ്യന് ഒരു കാലത്തും ഇല്ലാണ്ടായി പോകുന്നില്ല. ഒന്നില്ലെങ്കിൽ ഒരു ഓക്യുപ്പേഷൻ ഒരാൾക്ക് എന്തായാലും ഉണ്ട്. അപ്പം ആ ഓക്യുപ്പേഷൻ ഒരു മനുഷ്യന് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് BOT ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ടുള്ള കാര്യം, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി വളരെ അപ്ഡേറ്റഡ് ആണ്. നമ്മൾ ഒരുപാട് കാലങ്ങൾ മുന്നേ തന്നെ AI ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള റോബോട്ടിക്സ് വഴി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ വെർച്വൽ റീഹാബ് ഗെയിംസ്, അതായത് നമ്മളെ റിയൽ ടാസ്കുകളെ വരെ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആക്കുകയാണല്ലോ. ഇതന്നെ നമ്മൾ സ്ക്രീനിലേക്ക് മാറ്റിയിട്ട് സ്ക്രീനിൽ അവരെ മാക്സിമം അങ്ങനെ സ്ക്രീൻ ഉപയോഗിച്ച് നമ്മൾ ഗെയിംസിൻ്റെ ത്രൂ അങ്ങനെയൊക്കെ നമ്മൾ തെറാപ്പി കൊടുക്കുന്ന ഓൾറെഡി എപ്പോഴോ ആരംഭിച്ചു കഴിഞ്ഞു. സോ അതിനെ നമ്മൾ ഒരു പരിധിക്ക് വരെ
തളച്ചിടാനുള്ള ശ്രമങ്ങൾ ഓൾറെഡി എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനത്തെ പേടികളൊന്നുമില്ല. നല്ലൊരു സ്കോപ്പ് തന്നെയാണ് നിലവിലുള്ളത്. ഈ BOT കോഴ്സ് ഓവർ സാറ്റുറേറ്റഡ് ആവാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടോ ഇനി? നിലവിൽ ഗോൾഡൻ എറ ഓഫ് OT ആണ്. ഉം. അതായത് എല്ലാവർക്കും വേണം, ഉം. എവിടെയില്ല എല്ലാവർക്കും എന്നെ മതി അതെ. എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ OTയുടെ ഒരു സ്റ്റാറ്റസ് ഉള്ളത്. ഉം. അപ്പം എല്ലാവരും ഇപ്പോൾ അങ്ങനത്തെ ഒരു ത്രെട്ട് ഇല്ല, സാച്ചുറേഷൻ എന്നുള്ളൊരു ത്രെട്ട് നിലവിലില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിങ്ങനെ ആൾക്കാർ ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പേര് ഇത് ചൂസ് കഴിഞ്ഞാൽ ഭാവിയിൽ ആവാം ആവാതിരിക്കാം, പക്ഷെ നിലവിൽ അങ്ങനത്തെ ഒരു ത്രെട്ട് ഇല്ല. ഇപ്പോൾ പാരൻസിനെ സംബന്ധിച്ച് ഈ ഒരു BOT കോഴ്സിനെ പറ്റിയിട്ടുള്ള മേജറായിട്ട് വരുന്ന സംശയങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരാറ്? ഒന്നാമത്തത് എന്താ ഇപ്പം ഈ കുട്ടികൾ ജോബ് ചെയ്യുന്നതെന്നുള്ളതുണ്ട്. കാരണം ഒരു പാരൻറ്റിന് വരുമ്പം ഈ കുട്ടികൾക്ക് എന്തോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണെന്നുള്ളൊരു ധാരണയിലാണ്. ചില പാരൻസ് വരുമ്പോൾ ന്യൂറോയിൽ സ്ട്രോക്കും സ്പൈനൽ കോഡ് ഒക്കെ ഇഞ്ചുറി വന്ന പേഷ്യൻസിനെ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പാരൻസിനും തന്നെ കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല. അത് നമ്മൾ ഫസ്റ്റായിട്ട് കാണുമ്പം നമ്മൾ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. പിന്നെ അതല്ലാണ്ട് പാരൻസിൻ്റെ സംശയം എല്ലാവർക്കും ഉള്ളത് ഇതിപ്പം ജോലി കിട്ടോ കിട്ടില്ലേ എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 100% ജോബ് ഗ്യാരണ്ടീഡ് ആണോ? 100% അങ്ങനെ കഴിഞ്ഞ ജോബ് പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അതിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. ആരും വീട്ടിലിരിക്കുന്നില്ല. എല്ലാവർക്കും ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഓൺലൈനായിട്ട് വരെ ആൾക്കാർ ഒരു സെഷൻ എടുത്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ വരെ അത്രയും ഡിമാൻഡിങ് ആണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ. പാരൻസിന് പൊതുവേ ഉള്ള പേടി ആ ഒരു പേടിയാണ്. പിന്നെ മക്കൾക്ക് പഠിക്കാൻ കഴിയുമോ എന്നുള്ളൊരിതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നേരത്തെ നമുക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മളുടെ ഒരു ഡ്രീം ഇതാന്ന് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് എവർ എന്ത് വന്നാലും നമുക്കത് പഠിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ ഏതൊരു കുട്ടിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പം ഞാനൊക്കെ ഫസ്റ്റ് ചൂസ് ചെയ്യുമ്പം വിചാരിച്ചിരുന്നു മാത്സ് ഇല്ലാത്ത സബ്ജക്റ്റ്. മാത്സ് ഒരിക്കലും എവിടെ പോലും വന്നു പോകരുത്. അപ്പം അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്. അതായത് ഇപ്പം ബയോളജി എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ, ബയോളജി ഇത് ഞാൻ ഫുൾ അങ്ങനെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമ്മൾ അത്രയും വിചാരിച്ച പോലെയല്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഫുൾ ബോൺസ്, ഫുൾ മസിൽസ് അതെവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, അപ്പുറത്ത് സൈക്കോളജി പഠിക്കുന്നു, ഇപ്പുറത്ത് സോഷ്യോളജി പഠിക്കുന്നു, ഇതല്ലാണ്ട് OT എന്താണെന്ന് പഠിക്കുന്നു. ഇതെല്ലാം കൂടി ഒന്നിച്ച് വന്നു കഴിയുമ്പം ഒരു കുട്ടിക്ക് അതിനോട് കുറച്ച് അഡാപ്റ്റ് ആവാൻ എടുക്കുന്ന ആ ഒരു സമയമുണ്ട്. അതല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫാക്കൽറ്റീസും ഇതൊക്കെ ഉള്ള ഒരു കോളേജിലാണ് കുട്ടി പഠിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവരത് കണ്ടിന്യൂ ചെയ്ത് അത് പാച്ചപ്പ് ആയി പോകും. അപ്പം ഇങ്ങനത്തെ പൊതുവെ പാരൻസിന് ഇങ്ങനത്തെ സംശയങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പേടിക്കണ്ട എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പറയാൻ വേണ്ടി പറ്റും. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച കുട്ടികൾക്ക് മാമിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളെ ഫസ്റ്റായിട്ട് കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്തു. കാരണം മറ്റ് കോഴ്സുകളെ പോലെയല്ല ഈ കോഴ്സിൻ്റെ പെക്യുലാരിറ്റിയും നമ്മൾ ചെയ്യുന്ന ജോബൊക്കെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തു. ചിലവർ അവരുടെ പാരൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കൊണ്ടോ ഒക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പോയിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കി ഇൻട്രസ്റ്റോടെ എടുത്ത കുട്ടികളുണ്ടാവും. അതല്ലാണ്ട് കുറേ പേരുണ്ട് സാലറി ഭയങ്കര ഹൈ സാലറിയാണ്, 19,000 ആ സ്റ്റാർട്ടിംഗ് സാലറി. അതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് എടുത്തു. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു കോഴ്സും ഈ കോഴ്സ് എന്നല്ല, അങ്ങനെ ഒരിക്കലും ഒരു കോഴ്സും നിങ്ങൾ എടുക്കരുത്. ചൂസ് ചെയ്യരുത്. കാരണം വി ആർ വർക്കിംഗ് ഓൺ ഹ്യൂമൻസ്, വി ആർ വർക്കിംഗ് ഓൺ ദെയർ ഇമോഷൻസ്. അപ്പോൾ അവരെക്കാളും നമുക്ക് ആഗ്രഹം ഉണ്ടാവണം അവരുടെ ലൈഫ് ഇൻഡിപെൻഡൻ്റ് ആവണം, ബെറ്റർ ആവണം എന്നുള്ളത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ നമ്മൾ പറയാലോ നമ്മുടെ ബേസിക് ഇത് തന്നെ അതാവണം. നമ്മളൊരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മോട്ടീവ് അതാവണം. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഈ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. പൊതുവേ ഏത് കോഴ്സാണെങ്കിലും ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന ആ കുട്ടിയുടെ ഒരു കാലിബർ ഉണ്ട്. അതിനനുസരിച്ച് വേണം ഏത് കുട്ടികളാണെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യാൻ. അവർക്ക് അവരുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടാവും. അവർക്ക് എല്ലാ കുട്ടികൾക്കും അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പാരൻസ് തന്നെ പല രീതിയിലും ആ കുട്ടികളെ അവരിങ്ങനെ ഡ്രീം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ഈ കുട്ടിക്ക് ക്യാരി ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. പിന്നെ ഇതല്ലാണ്ട് എനിക്ക് വേറൊരു പോയിന്റ് ഇടയുള്ളത്, നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ നമ്മോനെ ഫുഡ് നമ്മളെ ഇത് എന്നൊക്കെ പറഞ്ഞ് വളർത്തി പെട്ടെന്ന് ഇവരങ്ങ് തുറന്നു വിടുമ്പോൾ ഇവർക്കിത്
അഡാപ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പുറത്ത് വിട്ട് പഠിച്ചാൽ ഈ ഗ്രോത്തൊക്കെ നമുക്ക് വരും. പക്ഷേ ഇത് പുറത്ത് വിട്ട് പഠിച്ചിട്ട് ഉണ്ടാവേണ്ടതല്ല. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതല്ല. അപ്പോൾ ഈ ഒരു ഏജ് തൊട്ട് തന്നെ കുട്ടികൾക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ കാര്യങ്ങളൊക്കെ പാരൻസ് കൊടുക്കണം. ഉം. അവരുടെ ചോയ്സ് എന്താണ്, അവരുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഏജ് തൊട്ട് അവരെ ട്രെയിൻ ചെയ്യണം. എന്നിട്ട് അവർ ചൂസ് ചെയ്യട്ടെ പ്രൊഫഷൻ. ഇത് എപ്പോഴും പാരൻസ് പെട്ടെന്ന് പാരന്റ്സിന്റെ ഒരു ഇഷ്ടത്തോട് കൂടി എടുക്കുന്ന ഒരു ഇതാവാണ് അല്ലേ? കുറേ ഇതിപ്പോ ഈ കോഴ്സ് എന്ന് മാത്രമല്ല മൊത്തത്തില് പൊതുവുള്ള കാര്യമാണ്. പൊതുവെയുള്ള കോഴ്സാണ്. അല്ല, ഈ കോഴ്സ് പിന്നെയും കുട്ടികളുടെ ഇൻട്രസ്റ്റിലാണ് എടുക്കുന്നതെന്ന് വെക്കാം. കാരണം കുറച്ച് റെയർ ആയിട്ടുള്ള കോഴ്സാണ്. കുട്ടികൾ ഇതിനെക്കുറിച്ച് അത്രയും അറിഞ്ഞിട്ടാണ് വരുന്നത്. പൊതുവെയുള്ള കാര്യം പറയാണ്. അപ്പം കുട്ടികളുടെ കുറച്ചും കൂടി അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവരുടെ ക്യാപ്പബിലിറ്റീസിനനുസരിച്ച് അവർ പഠിക്കട്ടെ. അതായിരിക്കും നല്ലത്. ഉം. പാഷൻ അതുപോലെ തന്നെ സാലറി, ബ്യൂട്ടി നോക്കുന്ന സ്റ്റുഡന്റിന് ഏതായിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്? രണ്ടും എന്ന് പ്രാക്ടിക്കലി ഉം. പറയാം. ഉം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി പറയാൻ ഇഷ്ടം പാഷൻ എന്നാണ്. പാഷൻ. നമ്മൾ പാഷനേറ്റ് ആയിട്ടല്ല, നമ്മൾ പറയുമല്ലോ, നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യില്ല. അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നപ്പം ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത പ്രൊഫഷനാണ് ടീച്ചിങ്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ചെയ്യുന്ന ജോലിക്ക് എനിക്കൊരു ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ പാഷൻ വെച്ച് ചൂസ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടാവും. സാലറി വെച്ച് ചൂസ് ചെയ്തെടുത്താൽ നമ്മൾ ആർക്കോ വേണ്ടി വേണ്ടി ചെയ്യുന്ന പോലത്തെ, അത് നമ്മൾ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഡിഫറൻസ്. കാരണം ജോലി ചെയ്യുന്നത് നമ്മൾ ഈ ഫിലിമിലും ഇതിലൊന്നും കാണുന്ന പോലെയല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഒരു 8 to 5 ജോബ്, തിരിച്ച് വരിക, വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയും. ഇതൊക്കെ ഫുൾ താളം തെറ്റും, സ്ട്രെസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം, വിച്ച് മീൻസ് പാഷൻ. നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ നത്തിങ് ക്യാൻ ബീറ്റ് അസ്. സോ എപ്പോഴും പാഷന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ BOT കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻറ്റ് അവർക്ക് മെൻ്റലി അതുപോലെ തന്നെ ഇമോഷണലി പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സ്റ്റുഡൻറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം കോഴ്സിനെ കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഒന്നുമില്ല, ChatGPT ചോദിച്ചാലാണെങ്കിലും അതെ. എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം കോഴ്സിനെ കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. പിന്നെ ഞാൻ പറയണേ, ഏറ്റവും ബെറ്റർ നമ്മൾ കോഴ്സിനൊക്കെ ചേരുന്നതിന് മുമ്പ് ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താണ് ഒരു OT ചെയ്യുന്നത്, PT ചെയ്യുന്നത്. നമ്മളൊരു എല്ലാവരും ഇങ്ങനെ ബ്രദർ സിസ്റ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു OT ഒറ്റക്ക് നിന്നുകൊണ്ട് ഭൂമി അങ്ങ് തിരിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വിചാരിച്ച നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരു കോഴ്സൊക്കെ എടുക്കുന്നതിന് മുന്നേ, ഇപ്പോൾ ഈ കോഴ്സാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. അവിടെ എന്താണ് എല്ലാവരും ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് അപ്പം തന്നെ നമുക്ക് കിട്ടേണ്ട 99% മോട്ടിവേഷൻ അവിടെ നിന്ന് കിട്ടും. അത് മതി നമ്മളെ ഇമോഷണലിയും മെൻ്റലി ഒക്കെ പ്രിപ്പയർ ആവാൻ. ബാക്കിയുള്ളത് നമുക്കതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മതി. ഇത്രയും ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഓക്കെ. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതായത് +2 ശേഷം BOT നോക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ്, മെസ്സേജ്, അല്ലെങ്കിൽ പാരൻസിനും സ്റ്റുഡൻസിനും കൊടുക്കാൻ പറ്റിയ ഒരേപോലുള്ള അഡ്വൈസ് എന്താണ് മാമിൻ്റെ ഒരു ഇതിൽ? ഓക്കെ. നമ്മളോട് ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ നമ്മളോട് പറയും, 10ാം ക്ലാസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ആ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാർക്ക് ലിസ്റ്റ് എവിടെയെന്ന് പോലും ഒരാൾ നോക്കുന്നില്ല. അന്ന് ഭയങ്കര ബഹളം. പിന്നെ +2 ആയി നമ്മുടെ ടേണിംഗ് പോയിന്റ്. പക്ഷെ ശരിക്കുള്ള നമ്മുടെ ടേണിംഗ് പോയിന്റ് നമ്മൾ എടുക്കുന്ന കരിയറാണ്. ഇതിനെക്കുറിച്ചൊരു ബോധം നമ്മൾ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്തെ നമുക്ക് ഈ 10ാം ക്ലാസ് +2 ടേണിംഗ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിനെക്കുറിച്ചുള്ള ഒരു കരിയറാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ളൊരു ബോധം പാരൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടി ദേ വിൽ ബി അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. അതുപോലെ ഇപ്പം BOT എടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മളിവരെ ട്രീറ്റ് ചെയ്യുന്നത്, ഒരാൾ നമ്മളടുത്ത് ചിലപ്പം വന്ന് പറയുന്ന കാര്യം, എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷെ എനിക്ക് സൈൻ ചെയ്യാൻ കഴിയുന്നില്ല. ഭയങ്കര സിമ്പിളല്ലേ കേൾക്കുമ്പം? പക്ഷെ അത് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോഴേ നമ്മൾ അത് ചെയ്യാൻ കഴിയാത്ത ഒരാളെ അപ്പോഴേ നമ്മൾ നോക്കുകയുള്ളൂ. ഓക്കെ, നമ്മളിങ്ങനെയാണ് സൈൻ ചെയ്യുമ്പോൾ കൈ പിടിക്കുന്നത്, ഇവരുടെ കൈ ഇങ്ങനെയാണുള്ളതെന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ ചിലപ്പം ഒരു പാരൻറ്റ് നമ്മളടുത്ത് വന്ന് പറയും, എന്താ പറയുക, എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് പക്ഷേ
കുട്ടിക്ക് ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നത് ഇഷ്ടമല്ല. അതിനിപ്പോൾ എന്താ ബാക്കിയുള്ള ഭക്ഷണം കൊടുത്താൽ പോരേന്ന് ആയിരിക്കും നമ്മൾ നോർമലി ചിന്തിക്കുന്നത്. പക്ഷെ ആ പാരൻറ്റിനെ അറിയുള്ളൂ കുറച്ച് ബുദ്ധിമുട്ട്. ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇപ്പം ഒരു മെൻ്റൽ ഹെൽത്തിലാണെങ്കിൽ ഇതുവരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മളിതിൻ്റെ ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുന്നുള്ളൂ. അപ്പം നമ്മളടുത്ത് വരുന്ന ആളുകളെ നമ്മൾക്ക് ഒരു ഈ പറഞ്ഞ നിസ്സാര കാര്യങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളവരെ ജസ്റ്റ് ഒന്നിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ചിറകടിക്കുന്ന മാലാഖകളാണ്. അപ്പം ഇത് നമ്മൾ അത്രയും പാഷനോട് കൂടിയും നമ്മളത്രയും ഫുൾ ഹാർട്ടഡ് ആയിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു സാധനം അങ്ങോട്ട് ഇടുമ്പോഴേ പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റുള്ള സംഭവം ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുമ്പം നമ്മുടെ ഹാർട്ടൊക്കെ വളരെ ഇതിനോട് റെഡിയാക്കി വെച്ചിട്ട് വേണം വരാൻ. ഒരിക്കലും സാലറി എന്നുള്ളൊരു ഇതുകൊണ്ട് വരരുത് എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും ഫാമിലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളുടെ കുറച്ചും കൂടിയും അഡ്വാൻസ് ലെവലിൽ അതൊക്കെ നമുക്ക് എത്രത്തോളം നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറിച്ച് കുറച്ച് ബോധമുള്ള, കുറച്ച് സോഷ്യലി എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് ബോധമുള്ള മക്കളാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ള കാര്യങ്ങൾ ഇവർക്ക് ഇൻപുട്ട് ഇവർക്ക് ഇപ്പുറത്ത് കൊടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും മോട്ടി സെറ്റപ്പിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഒരു സെറ്റപ്പിൽ പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ 100 ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് 100 കൈൻഡ് ഓഫ് പ്രശ്നങ്ങളായിരിക്കും. എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളാവില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള വേണ്ട ഒരു ക്വാളിറ്റിയാണ് എംപത്തി. എംപത്തി ഇല്ലാണ്ട് നമുക്ക് ഈ പ്രൊഫഷനിൽ നമ്മൾ വളരെ കൈൻഡും എംപത്തറ്റിക്കും ആയാലാണ്, പ്ലസ് പേഷ്യൻറ്റും കൂടി ആയാലാണ് നമുക്കൊരാളെ പൂർണ്ണമായി റിക്കവറി ചെയ്തിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. സോ ഇതൊക്കെ ഒരു ബേസിക് ക്വാളിറ്റി. ഇല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഇയർ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്കില്ലാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരിക്കലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളതാണല്ലോ, നമ്മൾ ആ സെക്ടറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മളെ തന്നെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഈ പ്രൊഫഷനിലോട്ട് വരാൻ. അപ്പോൾ നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവിധ കാര്യങ്ങൾ പറഞ്ഞു തന്ന മാമിന് വളരെയധികം നന്ദി. ഇനി നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടും എക്സാംസിനെ പറ്റിയിട്ടും ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇനിയും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.